योऽन्तः प्रविश्य मम वाचमिमाम् प्रसुप्ताम् सञ्जीवयत्यखिलशक्तिधरस्वधाम्ना अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यम्. എല്ലാവരും അറിഞ്ഞോ അറിയാതെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് സുഖമെന്നത്. സുഖത്തിനു വേണ്ടിയാണ് എല്ലാ ചലനങ്ങളും പ്രവൃത്തികളും നടക്കുന്നത്. സുഖായ ദുഃഖമോക്ഷായ. ഭാഗവതത്തില് തൃതീയ സ്കന്ധത്തില് കൗരവരുടെ മന്ത്രിയായ, കൗരവരുടെ മുഴുവൻ ഇളയച്ചനായ വിതുരർ ഹസ്തിനാപുരം വിട്ടുപോകുന്ന ഒരു ചിത്രമുണ്ട്. അത്രയും കാലം തന്റെ ധർമ്മം ചെയ്ത് ഇനി താൻ പറയണത് ആരും കേൾക്കാൻ പോണില്ല എന്ന് അറിഞ്ഞപ്പോ അവിടെ ഇട്ടിട്ട് അങ്ങോട്ട് പോവാണ്. ധൃതരാഷ്ട്രർക്ക് ഉപദേശിച്ച് പ്രയോജനമില്ലെന്ന് കണ്ട് തനിക്ക് ഇനിമേലാൽ തന്റെ ധർമ്മം ഇവിടെ അനുഷ്ഠിക്കാൻ പറ്റില്ലെന്നുള്ള ആയപ്പോഴാണ് അവിടുന്ന് പുറപ്പെടുന്നത്. നടന്നു ഭാരതം മുഴുവനും. ഹസ്തിനാപുരത്ത് നിന്ന് ഇറങ്ങിപ്പോകുമ്പോ വിതുരർക്കൊരു വിശേഷണം കൊടുത്തു ശ്രീശുകൻ. കൗരവ പുണ്യലബ്ധ. എത്രയോ കാലത്തെ പുണ്യത്തിന്റെ ഫലമായിട്ട് കൗരവർക്ക് കിട്ടിയിട്ടുള്ള ആള് നഷ്ടപ്പെട്ടു. അദ്ദേഹം മനുഷ്യരുടെ ജീവിതം സമഗ്രമായി പഠിച്ച ആളാണ്. ഐശ്വര്യ സമൃദ്ധിയിൽ ജീവിക്കുന്ന രാജാക്കന്മാരുടെ ജീവിതമൊക്കെ കണ്ട ആളാണ്. അതൊക്കെ കണ്ടിട്ട് ഇവരുടെയൊക്കെ ജീവിതത്തിലും ഒരു തികവില്ല, ഒരു പൂർണ്ണതയില്ല. ഇവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ സുഖത്തിന് വേണ്ടിയിട്ടാണ്, ഒക്കെ കലാശിക്കുന്നത് ദുഃഖത്തിലാണ്. ഇവർക്ക് പറഞ്ഞുകൊടുത്താലും വിവരം വെക്കണില്ല. ഉപദേശിക്കാൻ ആളില്ലാഞ്ഞിട്ടല്ല, ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ കണ്ട ആളാണ് നടന്ന് ഭാരതം മുഴുവൻ നടന്ന് ഹരിദ്വാരത്തിലേക്ക് ചെല്ലണത്. ത്വാരിദ്വിനദ്യാഹം ഋഷഭഃ കുരൂണാം മൈത്രേയമാസീനമഗാധബോധം ക്ഷത്തോപസൃത്യ അച്യുതഭാവശുദ്ധഃ പപ്രച്ഛ സൗശീല്യഗുണാഭിതൃപ്തഃ. ഹസ്തിനാപുരത്തിൽ നിന്ന് നടന്ന് ഹരിദ്വാരത്തിൽ ഗംഗാതീരത്തിൽ ചെന്നെത്തിയ വിതുരൻ പോകുന്ന വഴിക്കൊക്കെ തന്നെ തപസ് ചെയ്തുകൊണ്ടാണ് പോണത്. മേദ്യ വിവിക്തവൃത്തി. ഹരിദ്വാരത്തിൽ ചെന്ന് മൈത്രേയ മഹർഷിയോട് ചോദിക്കുകയാണ്, ശരിക്കും ഇതാണ് ഉപനിഷത്ത് എന്ന് പറയണത്. ഗുരുവിനെ അന്വേഷിച്ച് ചെന്ന് ചോദിച്ച് അറിയാം. മൈത്രേയനെ
തിരഞ്ഞുപിടിച്ച് ചെന്ന് ചോദിക്കുകയാണ്. മുഖ്യമായിട്ട് ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരംഭിച്ചല്ലോ ഇന്ന്, അതാണ് വിഷയം. സുഖായ കർമാണി കരോതി ലോകഃ ന തൈഹി സുഖം വാ അന്യദുപാരമം വാ വിന്ദേത ദുഃഖം തതയേവ ഭൂയഃ യദത്ര യുക്തം ഭഗവാൻ വദേന്നഃ. സുഖായ കർമാണി കരോതി ലോകഃ. ലോകം മുഴുവനും ഉള്ള ഒരു പ്രതിഭാസമാണ് ജനങ്ങൾ അനുസ്യൂതം പ്രവർത്തിക്കുന്നത് സുഖത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് സുഖം ഉണ്ടാവുണ്ടോ എന്ന് ചോദിച്ചാ നതൈഹി സുഖം വാ അന്യദുപാരമം വാ. സുഖമൊട്ട് പൂർണ്ണമായിട്ട് കിട്ടണില്ലെന്ന് മാത്രമല്ല, ദുഃഖം ഉണ്ടാക്കുന്ന കർമ്മം ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം, അതൊന്നൊട്ട് പിൻവാങ്ങുന്നുമില്ല എന്നാണ്. അത് ദുഃഖം ഉണ്ടാക്കണുണ്ടെന്ന് അറിഞ്ഞാലും കുറെ കഴിയുമ്പോ അഡിക്ഷൻ ഉണ്ടായി പോവാണ് ആ കർമ്മത്തിന്. അതിന്ന് പിൻവാങ്ങാനും ഇവർക്കൊട്ട് സാധിക്കണില്ല. നതൈഹി സുഖം വാ അന്യദുപാരമം വാ. ഇതിനെന്താ കാരണം ഭഗവാൻ? എനിക്ക് തോന്നണത് ജനസ്യ കൃഷ്ണാത് വിമുഖസ്യ ദൈവാത് സുദുഃഖിതസ്യ ജനസ്യ കൃഷ്ണാത് വിമുഖസ്യ. ഈ മനുഷ്യർക്ക് അവർക്ക് കാണപ്പെടുന്ന വസ്തുക്കളൊക്കെ വേണ്ടു, അവർക്ക് ഭഗവാനെ വേണ്ട. ഭഗവാൻ എന്ന് പറയണത് അവർക്ക് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരണ ഒരു പണിക്കാരനാണ് ലോകത്തിലുള്ളവർക്ക്. വീട്ടിലൊരു പണിക്കാരനുണ്ടെങ്കിൽ ലിസ്റ്റ് കൊടുത്താൽ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരണം. അവര് ഭഗവാന്റെ ഭക്തരല്ല, അവരുടെ ആഗ്രഹങ്ങളുടെ ഭക്തരാണെന്നാണ്. അതിന് ഭഗവാൻ ഒരു ഇടനിലക്കാരനാണ്. ജനസ്യ കൃഷ്ണാത് വിമുഖസ്യ. ഭഗവാനിൽ നിന്ന് അവർ വിമുഖരാണ്. എന്താ അങ്ങനെ വരാൻ കാരണം? ദൈവാത് തലയിലെഴുത്തെന്നാണ്. തലവിധി എന്തോ ആവോ. എന്താ ഇങ്ങനെ വരാൻ കാരണം അറിയാൻ വയ്യ. ദൈവാത് കൃഷ്ണസ്യ വിമുഖാത്. എന്നിട്ട് അതിൽ നിന്ന് ധാരാളം ദുഃഖമുണ്ട്. എന്നാലും ഇവനൊട്ട് ഭഗവത് അഭിമുഖനാവണില്ല. വീണ്ടും വീണ്ടും ഒട്ടകം മുള്ളു തിന്നും. മുള്ളു തിന്നുമ്പോ ഒട്ടകത്തിന് വായിന്ന് ചോര വരും. എന്നാലും ഒട്ടകം മുള്ളു തന്നെ തിന്നും. എപ്പോഴാണോ ഭഗവത് കൃപ ഇവന്റെ മേലെ വീഴുന്നത് അപ്പോഴാണ് ഇവന് അല്പം വൈരാഗ്യം ഉണ്ടാവണത്. ആ കൃപ വീഴാനും ഒരു കാരണം വേണമല്ലോ. എന്താ കാരണം എന്ന് വെച്ചാൽ വിദുരൻ പറയണു, ഭഗവാനെ എനിക്ക് വാർത്താം സഖേ കീർത്തയ തീർത്ഥകീർത്തേ. എനിക്ക് അല്പം വാർത്ത പറയൂന്നാണ്. നമ്മൾക്ക് വാർത്ത എന്ന് പറഞ്ഞാൽ ന്യൂസ് പേപ്പർ ന്യൂസാണ് വാർത്ത, അല്ലെ? നമ്മളുടെ ചെവി പ്രപഞ്ച വിഷയങ്ങളെ ഗ്രഹിക്കാൻ മാത്രം പഠിച്ചിട്ടുള്ളതാണ്. അതിന് അത്തരം വിഷയങ്ങൾ പറഞ്ഞാൽ ഉള്ളിൽ പോയി അതിനനുസരിച്ചുള്ള നാഡികളിലും കോശങ്ങളിലും മനസ്സിലും ബ്രെയിനിലും ഒക്കെ സ്പർശിക്കും. നമ്മൾക്ക് ഉരുപ്പിടിയാവാനുള്ള വഴിയൊന്നും കാണാനില്ല. എക്സൈറ്റ്മെന്റ് ആണ് നമുക്ക് വേണ്ടത്. വിദുരൻ പറയണു, ഭഗവാനെ ഏതൊന്ന് കേട്ടാലാണോ, ഏതൊന്ന് ചെവിയിലൂടെ പോയാലാണോ എനിക്ക് ദുഃഖം തരുന്നതായ വിഷയങ്ങളോടുള്ള ആസക്തി വേരോടെ അറ്റുപോകാം, അതിനെ അങ്ങോട്ട് കീർത്തിക്കൂന്ന്. യഹ് കർണനാടീം പുരുഷസ്യ യാതഃ ഭവപ്രദാം ഗേഹരതിം ചിനത്തി. ഏത് ചെവിയിലേക്ക് ചെന്നാലാണോ ഈ സംസാരത്തിനോടുള്ള പറ്റ്, ലോകവിഷയങ്ങളോടുള്ള പറ്റ് വിട്ടുപോവാം, ഭഗവത് ഭക്തി ഉണ്ടാവാം, ഭഗവത് അനുഭവം ഉണ്ടാവാം, അതിനെ അങ്ങോട്ട് കീർത്തിക്കൂ ഭഗവാൻ. അതങ്ങോട്ട് ചെവിക്കകത്ത് ചെന്നാൽ കർണനാടി എന്ന് പറഞ്ഞു.
കുറെ നാഡികളുണ്ട് ഉള്ളില്. ആപ്പിള് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ ഒരു നാഡിയുണ്ട്, മുരിങ്ങയ്ക്ക എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ ഒരു നാഡിയുണ്ട്, പണം എന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ ഒരു നാഡിയുണ്ട്. പക്ഷേ അലൗകികമായ ശബ്ദങ്ങൾ മനസ്സിലാവാനുള്ള നാഡി തുറന്നിട്ടില്ല എന്നാണ്. അതിന് അമൃതനാഡി എന്ന് പറയണം. എപ്പോഴാണോ ജീവന്റെ ചിത്തം ശുദ്ധമാവണത്, വിരക്തമാവണത്, അപ്പോ ചെവിക്ക് അലൗകിക ശബ്ദങ്ങൾ വിഷയമായിട്ട് തീരും. അതിനു മുമ്പ് കേൾക്കില്ല എന്നാണ്. അതിനു മുമ്പ് കേട്ടാലും കേൾക്കില്ല. മെനി ഹിയർ, വെരി ഫ്യൂ ലിസൺ. ശ്രവണായാപി ബഹുഭിർ യോ ന ലഭ്യ ശൃണ്വന്തോപി ബഹവോ യം ന വിദ്യുഃ ആശ്ചര്യോ വക്ത കുശലോസ്യ ലബ്ധ ആശ്ചര്യോ ജ്ഞാത കുശലാനുശിഷ്ട. വിദുരൻ മൈത്രേയ മഹർഷിയോട് പറയാണ്, അങ്ങേപോലെ ഒരു വക്താവ് എനിക്ക് കിട്ടില്ല, അവിടുന്ന് എനിക്ക് പറഞ്ഞു തരൂ, ഭഗവത് തത്വം പറഞ്ഞു തരൂ, ഭഗവത് കഥകൾ പറഞ്ഞു തരൂ. എന്ത് കേട്ടാലാണോ എനിക്ക് മംഗളമുണ്ടാവുക, ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ, ഏതൊന്ന് കേട്ടാലാണോ എനിക്ക് അജ്ഞാനം നീങ്ങുക, ഹൃദയഗ്രന്ഥി ഭേദം ഉണ്ടാവുക, അത് പറഞ്ഞു തരൂന്ന്. കേൾവി കൊണ്ട് തന്നെ എനിക്ക് ഭഗവാൻ ഹൃദയത്തിൽ പ്രകാശിക്കണം. ഇതാണ് ഭാഗവത ധർമ്മം, ഇതാണ് ഔപനിഷദമായ ധർമ്മം. ശ്രവണം കൊണ്ട് അഖണ്ഡാനന്ദ സ്വാമി ഒരു ഉദാഹരണം പറയും. ഒരാള് ഒരു ഗ്രാമത്തിൽ ഒരു വീട്ടിൽ താമസിക്കണു, തനിച്ചാണ്, വയസ്സായ ആളാണ്. അടുത്തുള്ളവരൊക്കെ ദിവസം അദ്ദേഹത്തിനെ കാണും. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ മൂപ്പരെ കണ്ടില്ല, വീട്ടിൽ നിന്ന് പുറത്തു വരണത് കണ്ടില്ല, വാതിലടച്ചിട്ടിരിക്കണം. നാട്ടുകാർ നോക്കി എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. വാതിൽ മുട്ടി നോക്കി, തുറന്നില്ല. നല്ലവണ്ണം അകത്തുനിന്ന് അടച്ചിരിക്കുകയാണ്, ജനലുമൊക്കെ അടച്ചിരിക്കുകയാണ്. അവസാനം ഒരു പയ്യൻ പറഞ്ഞു, ദാ മുകളില് ഒരു ചെറിയ ജനല് തുറന്നിട്ടുണ്ട്, അതിൽ ദ്വാരമുണ്ട്, അതിനകത്ത് കൂടെ ഞാൻ അകത്തേക്ക് പോവാം എന്ന് പറഞ്ഞ് മേൽപ്പെട്ട് മോള് കയറി ആ ജനല് കൂടെ ഉള്ളിൽ ചാടിയിട്ട് നോക്കിയപ്പോ ആള് നല്ല പനി പിടിച്ച് ബോധമില്ലാതെ കിടക്കുകയാണ്. വാതില് തുറന്നു, മൂപ്പരെ വൈദ്യനെ കൊണ്ടുവന്നു ചികിത്സിച്ചു. ഇത് പറഞ്ഞിട്ട് അഖണ്ഡാനന്ദ സ്വാമി എന്തിനാ ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ, ഇതുപോലെ നമ്മള് ഉള്ളിൽ ജ്വരം പിടിച്ച് കിടക്കുകയാണ്, ഭഗവാൻ ഉള്ളിൽ കിടക്കാൻ പല വഴി നോക്കുകയാണ്, ഒരു വഴിയും കാണാനില്ല എന്നാണ്. അവസാനം ഭഗവാൻ കണ്ടുപിടിച്ചു, ദാ ഇവിടെ 2 ദ്വാരമുണ്ട്, ആ ദ്വാരത്തിനുള്ളിൽ കൂടെ ഉള്ളിൽ കിടക്കാം. ഉള്ളിൽ കിടന്ന് നോക്കുമ്പോ ആള് ജ്വരം പിടിച്ച് കിടപ്പ. യഃ കർണനാടിയും പുരുഷസ്യാത ഭവപ്രദാം ഗേഹരതിം ചിനത്തി. അകമേക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ചെല്ലണം, എന്നിട്ട് നമുക്ക് നമ്മളുടെ സ്വരൂപബോധം ഉണ്ടാവണം, ഭഗവത് അനുഭവം ഹൃദയത്തിൽ ഉണ്ടാവണം, ഭഗവത് സാക്ഷാത്കാര ഹൃദയത്തിൽ ഉണ്ടാവണം. അതിനുതകുന്ന വിധത്തിൽ എനിക്ക് അല്പം ഒന്ന് പറയൂ എന്നാണ് വിദുരൻ മൈത്രേയ മഹർഷിയോട് ചോദിച്ചത്. അതിന്റെ ഫലമാണ് മൈത്രേയ ഭാഗവതം. ഭാഗവതം തുടങ്ങണത് സൂതഭാഗവതത്തോടെയാണ്. സൂതഭാഗവതം, ശുകഭാഗവതം, മൈത്രേയ ഭാഗവതം, ഭഗവാൻ തന്നെ പറയണം ഭാഗവതം, ഇതൊക്കെ ആ പുസ്തകത്തിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കണം. ഇപ്പൊ നമുക്കിവിടെ ഭാഗവതമല്ല വിഷയം, എങ്കിലും എന്തിനാ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, ഉപനിഷത്ത് സന്ദർഭങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഉപനിഷത്ത് എന്ന് പറയുന്നത് ആ 10 പുസ്തകങ്ങളോടെ തീർന്നില്ല. എപ്പോഴൊക്കെ ജിജ്ഞാസുവായ ഒരു ജീവൻ ഗുരുവിന്റെ അടുത്ത് ചെന്ന് ലോകത്തില് വിരക്തി വന്ന് എനിക്ക് ആത്മജ്ഞാനം വേണം, എനിക്ക് പാരമാർത്ഥികമായ സത്യം അറിയണമെന്ന് ചോദിക്കുന്നു, അത് ഭക്തിമാർഗത്തിലായാലും വേണ്ടില്ല, ജ്ഞാനമാർഗത്തിലായാലും വേണ്ടില്ല, അവിടെ ഉപനിഷത്ത് ജനിക്കും. ആത്മാനുഭൂതിക്ക് പേരാണ് ഉപനിഷത്ത്, പുസ്തകത്തിന്റെ പേരല്ല. ആത്മാനുഭവത്തിന് പേരാണ് ഉപനിഷത്ത് എന്നുള്ളത്.
ആ ഉപനിഷത്ത് അനുസ്യൂതം എല്ലാ കാലത്തിലും നടക്കും. പക്ഷെ അതിന് ഒരു വ്യക്തി തയ്യാറാവണം. തയ്യാറായി കഴിഞ്ഞാൽ ഗുരു എവിടെ കിട്ടും ചോദിക്കേ വേണ്ട. സാധാരണ ആളുകൾ ചോദിക്കുന്നത് ഈ കാലത്ത് ഗുരുവിനെ കിട്ടുമോ എന്നാണ്. ഗുരുക്കന്മാർ ഇഷ്ടം പോലെ ഉണ്ട്, ശിഷ്യന്മാരാണ് കുറവ്. സാധാരണ ചൊല്ലാറുണ്ട്, ഒരു ആള് ചോദിച്ചു അത്രേ, ശിഷ്യന് എന്താ ലക്ഷണം? ശിഷ്യന് വിവേകം വേണം, വൈരാഗ്യം വേണം, ശമം ദമം ഉപരത്തി ശ്രദ്ധ സമാധാനം മുമുക്ഷുത്വം, ഇത്രയൊക്കെ വേണം. ഇത്രയൊക്കെ വേണോ? ഗുരുവിനോ? ഗുരു ഉപദേശിക്കണം. എന്നാ ഞാൻ ഗുരു ആയിക്കോളാന്ന് പറഞ്ഞു. ഗുരു ആകാൻ ധാരാളം ആളുകളാണ്. ഒരിക്കലും ഗുരുവോ ശിഷ്യനോ തനിച്ച് നിൽക്കില്ല. അച്ഛനാണോ ആദ്യം ജനിച്ചത്, മകനാണോ എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും? സാധാരണ ആളുകൾ ചിന്തിക്കാതെ പറഞ്ഞാൽ അച്ഛനാണെന്ന് പറയും. ഒരു മകൻ ജനിക്കുമ്പോഴാണ് അയാൾക്ക് അച്ഛൻ എന്നുള്ള പേര് വരുന്നത്. അതുപോലെ ഒരു വ്യക്തിക്ക് ഭഗവത് അനുഭവം ഉണ്ടാവുമ്പോ അതിന് കാരണമായ വ്യക്തിയോ അല്ലെങ്കിൽ ദേവതയോ അല്ലെങ്കിൽ സാന്നിധ്യമോ ഗുരു എന്ന പേരിന് അർഹമാവാണ്. അതിനു മുമ്പ് ഗുരു ഇല്ല. വേണമെങ്കിൽ ആചാര്യൻ എന്ന് പറയാം, ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഗുരു എന്നുള്ള വാക്ക് നമ്മളെ വിഴുങ്ങുന്ന ആള് എന്നാണ് അർത്ഥം. എപ്പോഴാണോ നമുക്ക് അനുഭൂതി ഉണ്ടാവണത്, ശിഷ്യൻ ഉണ്ടായാലേ ഗുരു ഉള്ളൂ. ആൾക്കൊള്ളുക എന്ന് തമിഴിലൊരു വാക്കുണ്ട്, ശരണാഗതിയല്ല. ശരണാഗതി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യണമെന്നുള്ള പോലെ ഉണ്ട്. ആൾക്കൊള്ളുക എന്ന് വെച്ചാൽ പ്രബലമായ സന്നിധിയിൽ നമ്മളുടെ അഭിമാനം അടങ്ങുകയും നമുക്ക് ആത്മാനുഭവം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് ആൾക്കൊള്ളൽ എന്ന് പറയണത്. ഈ ആൾക്കൊള്ളലിന് കാരണമായ സന്നിധിയാണ് നമ്മൾ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത്. അത്തരത്തിലൊരു ഗുരു ഉണ്ടാവാൻ കാരണം നമ്മളുടെ ഉള്ളിൽ വരുന്ന മുമുക്ഷുത്വമാണ്. നമുക്ക് മുമുക്ഷുത്വം, വിവേകം ഉണ്ടാവുമ്പോ നമുക്ക് പാരമാർത്ഥികമായ സത്യത്തിനെ അറിയണമെന്നും ശാന്തി വേണമെന്നുള്ള ദാഹം ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, ഇന്നലെ പറഞ്ഞല്ലോ നമ്മള് ശ്രേയസ്സും പ്രേയസ്സും മനുഷ്യന്റെ മുമ്പിൽ വരും. അധികം പേരും ചിന്തിക്കാതെ പ്രേയസിനെ എടുക്കുന്നവരാണ്, വാനിറ്റിയെ എടുക്കുന്നവരാണ്, പവറിനെ എടുക്കുന്നവരാണ്. വളരെ കുറച്ചു പേരെ ശാന്തിക്ക് വോട്ടിടുള്ളൂ. എന്താന്ന് വെച്ചാൽ അതിൽ കാര്യമായ ആകർഷണമൊന്നുമില്ല. ശക്തി, ബലം, പവർ, വാനിറ്റി, അതാണ് നമുക്ക് വേണ്ടത്. ശാന്തിക്ക് വോട്ടിടാൻ ആരും ഉണ്ടാവില്ല. എപ്പോ ഒരു ജീവന് വിവേകം ഉണ്ടാവണോ, എനിക്ക് ശാന്തി വേണം, വേറെ ഒന്നും വേണ്ട. അത് സാധാരണ അത് വരണത് കുറേ ജീവിതത്തിൽ ദുഃഖമൊക്കെ അനുഭവിച്ചു കഴിയുമ്പോ പതുക്കെ 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 ചിന്തിച്ചു തുടങ്ങും. നമ്മൾ വിചാരിച്ച പോലെയല്ല ലോകം. ലോകത്തിലെ ആളുകൾ വിചാരിക്കണം ഇവിടെ സുഖമായിട്ട് ഇരിക്കണം. അത് ചെറുപ്പത്തിലെ ഒരു 10-20 വയസ്സൊക്കെ ആവുമ്പോ അധ്യാത്മ ജീവിതത്തിലേക്ക് ആരെങ്കിലുമൊക്കെ പോയാൽ തന്നെ ആളുകൾ പറയണത്, ഈ വയസ്സിലൊക്കെയോ, ഇതൊക്കെ കുറച്ച് വയസ്സായി റിട്ടയർ ആയ ശേഷം ആ റിട്ടയർമെന്റ് ഇവരെ സംബന്ധിച്ചിടത്തോളം വരികയേയില്ല. 90 വയസ്സായാലും പറയണത് ആയിട്ടില്ല എന്നാണ്. ഇതൊക്കെ വയസ്സായിട്ട് വേറെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ അപ്പൊ ഭാഗവത സപ്താഹത്തിൽ പോയി ഇരിക്കാം. എപ്പോഴാണോ വിവേകം ഉണ്ടാവണത് ആ ക്ഷണത്തിൽ നമുക്കറിയാം നമ്മളുടെ ലോകത്തിലുള്ള യാതൊന്നും വിശ്വസിക്കാൻ കൊള്ളണതല്ല. ഒരാൾ തോണിയെടുത്തു പോയി, ഒരു ചെറിയ തോണിയെടുത്തു പോയി കടൽ നടുക്കെത്തിയിട്ടാണ് തോണിയിൽ ദ്വാരമുണ്ട്, വെള്ളം കയറണമെന്ന് അറിയണത്. എന്ത് ചെയ്യും? തോണി കടലിന്റെ നടുക്കെത്തിയ ശേഷമാണ് അറിയണത്. അതുപോലെയാണ് ഒരു 60-70 വയസ്സായപ്പോഴാണ് അറിയണത് താൻ നേടിയതൊക്കെ തന്നെ വിട്ടുപോകുന്നു. യാജ്ഞവൽക്യൻ മൈത്രേയിയോട് പറയണു, ഹേ മൈത്രേയി, നീ എന്തിനെ കയറി പിടിച്ചാലും അത് തന്നെ വിട്ടുപോകുന്നു. നീ എത്ര കണ്ട് ബലമായി പിടിക്കണോ അത്ര കണ്ട് വേദനിപ്പിച്ചുകൊണ്ട് വിട്ടുപോകും.
ആത്മാവിൽ നിന്ന് അന്യമായി എന്നുള്ളത് ഇപ്പൊ വിട്ടുകളയും. എന്ത് തന്നെ ലോകത്തിൽ ആശ്രയിക്കാനോഗ്യമായ ഒരു വസ്തുവും ലോകത്തിൽ കാണാനില്ല. വ്യവഹാരയോഗ്യമായ വസ്തുക്കളെ ഇവിടെ ഉള്ളൂ. വ്യവഹരിക്കാം, ആശ്രയിക്കാൻ കൊള്ളില്ല. ആശ്രയത്തിനെയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എന്തിനെയോ ഒന്നിനെ ആശ്രയിക്കാനാണ് നമ്മളറിയാതെ നമ്മളുടെ ഉള്ളിൽ ആലംബത്തിനെ അന്വേഷിക്കണം. എന്തോ ഒന്നിനെ ആശ്രയിക്കണം. അപ്പൊ നമുക്ക് ആശ്രയിക്കാൻ യോഗ്യമായ വസ്തുക്കൾക്ക് ചില ലക്ഷണങ്ങളുണ്ട്. എന്താന്ന് വെച്ചാൽ അതെനിക്ക് സുഖം തരണം, അതെനിക്ക് സെക്യൂരിറ്റി തരണം, അതിലെനിക്ക് ആകർഷണം ഉണ്ടാവണം. ഇതൊക്കെയാണ് ആശ്രയയോഗ്യങ്ങളായ വസ്തുക്കളെ ഒരു ലക്ഷണം. നമ്മളറിയാതെ നമ്മളുടെ ഉള്ളിലുണ്ട്. പണം സുഖം തരും എന്ന് കരുതുന്നത് കൊണ്ട് പണത്തിനെ ആശ്രയിക്കും. പണം സെക്യൂരിറ്റി തരും, സംരക്ഷണം തരും എന്നുള്ളത് കൊണ്ട് പണത്തിനെ ആശ്രയിക്കണം. ഇല്ലെങ്കിൽ ഇപ്പൊ പണത്തിനെ ആരെങ്കിലും ആശ്രയിക്കുമോ? നാളെ ഇപ്പോ നമ്മളുടെ നാട്ടിലുള്ള എക്കണോമിക്കൽ സിസ്റ്റം ഒക്കെ മാറ്റി പണം കൈകാര്യം ചെയ്യലേ ആവശ്യമില്ല എന്നൊരു സ്ഥിതി വന്നാൽ പ്രഭാഷണം കഴിഞ്ഞു പോകുമ്പോ പ്രസാദമൊക്കെ 1000 രൂപ നോട്ടിൽ പൊതിഞ്ഞു കൊടുക്കും. ആരെങ്കിലും വില വയ്ക്കോ? വഴിയിലൊക്കെ കിടക്കണ്ടാവും. എന്താന്ന് വെച്ചാൽ ആ കടലാസിന് വിലയില്ല. ഇറ്റ് ഈസ് ഓൺലി എ സിംബൽ ഓഫ് ഇന്നർ റെഫ്യൂജ് ഓർ ഇന്നർ ഡിപ്പെൻഡബിലിറ്റി. എന്തിലോ ഒന്നില് ആശ്രയിക്കാൻ വേണ്ടി അന്വേഷിക്കുന്നതിന്റെ ഒരു സിംബൽ മാത്രമാണ് പണം. പക്ഷെ കുറെ കഴിയുമ്പോ നമുക്ക് മനസ്സിലാവും അത് ആശ്രയിക്കാൻ പറ്റില്ല. ധാരാളം പണമുണ്ട്. മാറാത്ത എന്തെങ്കിലും വ്യാധി വരുമ്പോ ഡോക്ടറുടെ അടുത്ത് പറയാണ് എത്ര പണം വേണമെങ്കിൽ തരാം, എന്നെ രക്ഷിക്കൂ. ഡോക്ടർ പറയാണ് ഞാനൊക്കെ ചെയ്തു നോക്കാം, പണമൊക്കെ ഞാൻ വാങ്ങിച്ചോളാം, ബാക്കിയൊന്നും പറയാൻ പറ്റില്ല എന്നാണ്. ആ ഒരു വെയിറ്റ് വേണമെങ്കിൽ ഇല്ലാതാക്കി തരാം, ബാക്കിയൊന്നും പറയാൻ വയ്യ. അപ്പൊ മനസ്സിലാവണു ഇത്രയൊക്കെ ചേർത്തി വെച്ചിട്ടും ഒന്നും കാര്യമില്ല, ഒക്കെ പോയി. ആശ്രയിക്കാൻ കൊള്ളില്ല. ശരീരത്തിനെ ആശ്രയിക്കാം. സാധാരണ നമ്മൾ പറയണ ഒരു ചൊല്ലുണ്ട്, തനിക്ക് താനും പെരയ്ക്ക് തൂണും എന്നൊരു ചൊല്ലുണ്ട്. തന്റെ ശരീരത്തിനെ ആശ്രയിക്കാം ഒരു ലെവൽ വരെ ശരി. കുറെ കഴിയുമ്പോ നമ്മളുടെ ദേഹത്തിനെ തന്നെ, നമ്മളുടെ ഹെൽത്തിനെ തന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല എന്നറിയുമ്പോഴാണ് നമ്മളുടെ ആശ്രയം എന്ന് പറയണ സെന്റർ ആകെപ്പാട് ഒലഞ്ഞു പോണത്. ഈ ആശ്രയം എന്ന് പറയണത് നമ്മളുടെ ബയോളജിക്കൽ, ഫിസിക്കൽ, സൈക്കോളജിക്കൽ എല്ലാ മൂവ്മെന്റ്സിന്റെയും സെന്ററാണ്. നമുക്കൊരു ആശ്രയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലുള്ള നാഡികളിലും നരമ്പുകളിലും ഉള്ള സ്രോതസ്സുകൾ മുഴുവൻ സമനിലയിലാവും. ആശ്രയം തൽക്കാലത്തേക്കാണെങ്കിൽ ഒരാൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് അയാളുടെ ശരീരത്തിലൊക്കെ നോക്കിയാൽ ഒക്കെ ബാലൻസ്ഡ് ആയിട്ടിരിക്കും. തൽക്കാലത്തേക്ക് വീണ്ടും ഒന്ന് ഉലയ്ക്കപ്പെട്ട് കഴിയുമ്പോൾ അവിടുന്ന് ചലിക്കും. നമ്മളറിയാതെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തൽക്കാലത്തേക്ക് ഒരു ആശ്രയം തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആശ്രയം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സ്വസ്ഥമായി. അപ്പൊ ആശ്രയം എവിടെ കിട്ടുമെന്നാണ് അന്വേഷിക്കുന്നത്. കുറെ കഴിയുമ്പോ നമ്മൾ കാണും വ്യവഹരിക്കാൻ ധാരാളം പദാർത്ഥങ്ങളുണ്ട്, ആശ്രയിക്കാൻ ഒന്നും തന്നെ ഇവിടെ ഇല്ല. എന്തിനെ ആശ്രയിക്കും? ഭാഗവതത്തിലെ പുരാണ ലക്ഷണങ്ങൾ 10 ലക്ഷണങ്ങൾ പറഞ്ഞു. 9ാമത്തെ ലക്ഷണം മുക്തി എന്നാണ്. 10ാമത്തെ ലക്ഷണമാണ് ആശ്രയ. വളരെ ഗംഭീരമായ ഒരു ആശയമാണ്. എനിക്ക് എന്താ പറയാന്ന് അറിയില്ല, എനിക്ക് ഭാഷയൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് വിട്ടുപോകും. ആശ്രയത്തിനെയാണ് ഭഗവാൻ എന്ന് ഭാഗവതം പറഞ്ഞു. ആശ്രയിക്കാൻ യോഗ്യമായ വസ്തുവാണ് ഭഗവാൻ. നിത്യവസ്തുവിനെ ആശ്രയിക്കണം, അനിത്യദ്രവ്യങ്ങളെ വ്യവഹരിക്കണം. നമ്മൾ എന്ത് ചെയ്യണു? അനിത്യദ്രവ്യങ്ങളെ ആശ്രയിച്ച് നിത്യവസ്തുവിന് സ്വർണമൊക്കെ ഇട്ട് കൊടുത്ത്, കിരീടമൊക്കെ വെച്ചു കൊടുത്ത്, കല്യാണമൊക്കെ കഴിച്ചു കൊടുത്ത് അതിനെ നമ്മളെ പോലെ വ്യവഹരിപ്പിക്കുകയാണ്. ഈശ്വരന് ആശ്രയം മാത്രമേ വേണ്ടൂ.
നമ്മൾ ആശ്രയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഭഗവത് പ്രാപ്തിയുടെ ഫലം ഉണ്ടാവില്ല. ഭഗവാൻ എന്ന് പറയണത് അനുഭൂതിയാണ്, അനുഭവമാണ്. ആ അനുഭവം ആശ്രയിക്കണ ക്ഷണത്തിൽ വരും. ആശ്രയത്തിനാണ് ആത്മനിവേദനം എന്ന് ഭക്തിശാസ്ത്രങ്ങൾ പറയണത്. ആശ്രയത്തിനാണ് സാക്ഷാത്കാരം എന്ന് ജ്ഞാനികൾ പറയണത്. ആശ്രയം. അപ്പൊ നമ്മൾ കുറച്ച് യുക്തി ചിന്തിക്കുന്നവർ ചോദിക്കും, ആശ്രയിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ ആശ്രയിക്കും? എവിടെയെങ്കിലും പോയി പിടിക്കാൻ പറ്റുമോ? ഭക്തിഭാവത്തിൽ നമ്മൾ പറയും ഭഗവാന്റെ കാലിണയ്ക്ക് പിടിക്കുന്നു, പാദത്തിൽ പിടിക്കണു എന്നൊക്കെ പറയും. നമ്മൾ ചോദിക്കും എവിടെ പാദം, ഏതിനെ ആശ്രയിക്കും, എവിടെ പോയി പിടിക്കും? നാരദൻ ഈ ചോദ്യം ചോദിച്ച് ഉത്തരവും പറയണമെന്നുണ്ട് ഭക്തിസൂത്രത്തില്. ഭഗവാനെ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കർമ്മമല്ല, മറ്റാശ്രയങ്ങളെ വിടലാണ് ഭഗവത് ആശ്രയം. അന്യാശ്രയാണാം ത്യാഗ അനന്യത. മറ്റൊന്നും ഞാൻ ആശ്രയിക്കണില്ലെങ്കിൽ യു വിൽ ഫൈൻഡ് എ പില്ലർ ഓഫ് സ്ട്രെങ്ത് വിത്തിൻ യു. ആശ്രയത്തിനെ നമ്മൾ നമ്മളുടെ ഉള്ളിൽ കാണും. വേറെ ഒന്നും ആശ്രയിക്കണില്ല. ആശ്രയം മുഴുവൻ വിട്ട് കഴിയുമ്പോൾ നമ്മൾ ദുർബലരായി എന്ന് വിചാരിക്കും. അപ്പോഴാണ് നമുക്കറിയാം നമ്മൾ വളരെ സേഫായ സ്ഥലത്തിലാണ് ഇരിക്കുന്നത്, ഒരു അപകടവും പറ്റാൻ പറ്റില്ല, ഒരു അപകടവും ഇല്ല എന്ന്. അങ്ങനെ ഒരു മാർഗത്തിലേക്കാണ് പരീക്ഷത്തിനെ ശ്രീശുകൻ കൂട്ടിക്കൊണ്ടുപോയത് ഭാഗവതത്തില്. എന്താന്ന് വെച്ചാൽ മരണം മുമ്പിൽ നിൽക്കുകയാണ്. എന്തിനെ ആശ്രയിക്കണമെന്നാണ് ചോദിക്കുന്നത് രാജാവ്. ശ്രീശുകൻ അവസാനം പറഞ്ഞു, രാജൻ, താങ്കളെ ഈ ശരീരത്തിനെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഈ മരണഭയം. ആശ്രയിക്കണം, അങ്ങോട്ട് വിടുക. ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി. രാജാവ് ശരീരാഭിമാനത്തിന് വിടുകയും തന്റെ അസ്തിത്വത്തിനെ അറിയുകയും ചെയ്തതോടുകൂടെ രാജാവ് തന്നെ പറയണു, എനിക്ക് ഭയം പോയിന്ന്. ഭയപ്പെടാനൊന്നുമില്ല, അഭയം. സെക്യൂരിറ്റി നമ്മളുടെ സ്വരൂപം തന്നെ മരണമില്ലായ്മയാണ്, അമൃതമാണെന്ന് അറിയുമ്പോ പിന്നെ എന്തിനു ഭയപ്പെടും? തനിക്ക് മരണമുണ്ടെന്നാണല്ലോ ഏറ്റവും വലിയ പേടി. താൻ നിത്യനിരന്തരമുള്ളവനാണ്. ഈ അനുഭവം പുതിയതായിട്ട് വരലല്ല, ഈ അനുഭവം നമ്മളുടെ ഉള്ളിൽ ഗുഹ്യമായിട്ട് കിടപ്പുണ്ട്. അതുകൊണ്ടാണ് എത്ര മരണവാർത്ത കേട്ടാലും കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മൾ മറന്നു പോണത്. മഹാഭാരതത്തില് യക്ഷപ്രശ്നത്തിൽ ധർമ്മപുത്രന്റെ അടുത്ത് ചോദിക്കണു, ഏറ്റവും ആശ്ചര്യമായ കാര്യം എന്താ? ധർമ്മപുത്രൻ പറഞ്ഞു, ലോകത്തിലെ ആളുകൾ ഇങ്ങനെ മരിച്ചോണ്ടേയിരിക്കണു, മറ്റുള്ളവർ കാണുന്നുണ്ട്, എന്നിട്ടും അവർക്ക് മരണഭയം വരണില്ലല്ലോ. അതാണ് ആശ്ചര്യം എന്ന് പറഞ്ഞു. അതിന് നീലകണ്ഠ ദീക്ഷിതർ വ്യാഖ്യാനം, അജ്ഞാനം കൊണ്ട് മനുഷ്യന് തനിക്ക് മരണമുണ്ട് എന്ന് അറിയണില്ല എന്ന് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഈ വ്യാഖ്യാനത്തിനെ രമണ മഹർഷിയുടെ അടുത്ത് ഒരാൾ വായിച്ചു കേൾപ്പിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, അജ്ഞാനം കൊണ്ടല്ല മരണഭയം വരാത്തത്, ജ്ഞാനം കൊണ്ടാണെന്ന്. ജ്ഞാനം എല്ലാവരുടെ ഉള്ളിലും ഗുഹ്യമായിട്ട് ഇരിപ്പുണ്ട്. കുറച്ച് സർഫസിൽ നമ്മൾ ഇത്തിരി പേടിച്ചാലും കുറെ കഴിയുമ്പോൾ അത് ഉള്ളിൽ നിന്ന് തള്ളിക്കൊണ്ട് വരികയാണ്, മറന്നുപോണു. മരണം സത്യമാണെങ്കിൽ നമ്മൾ എങ്ങനെ മറന്നുപോണു? തൂക്കിലേറ്റാൻ വിധിച്ച ആളുപോലും പലരും ചെന്ന് നോക്കി ജയിലിലൊക്കെ കണ്ടിട്ടുള്ളവര് അവരും കഥയൊക്കെ പറഞ്ഞ് ചിരിച്ചും കൊണ്ട് തമാശയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. രാമകൃഷ്ണാശ്രമത്തിൽ പറയുമ്പോ പറഞ്ഞു, 2ാം ലോക മഹായുദ്ധകാലത്ത് ഹിറ്റ്ലറുടെ ക്യാമ്പില് ഇവരെയൊക്കെ കൊല്ലാൻ പോവാണെന്ന് അറിയാം. ജയിലിന്റെ ഉള്ളിൽ കിടക്കുകയാണ്. അവര് കളിക്കുകയും കൂട്ടത്തിലിരുന്ന് തമാശ പറഞ്ഞിരിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ട് ഒരു ഇന്റർവ്യൂവിന് പോയ ജേർണലിസ്റ്റ് ചോദിച്ചു അതിൽ ഒരാളുടെ അടുത്ത്, നിങ്ങളെയൊക്കെ കൊല്ലാൻ പോവാണല്ലോ, നിങ്ങളെ എങ്ങനെ എത്ര സന്തോഷമായിട്ട് അതിനെ പേടിയില്ലാതെ ഇങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചു. നിങ്ങൾക്കൊക്കെ മരണം ഉണ്ടല്ലോ. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ, നിങ്ങൾക്കില്ലേന്ന് ചോദിച്ചു ജേർണലിസ്റ്റിന്റെ അടുത്ത്. അയാൾ പറഞ്ഞു, ഐ ഗോട്ട് ദ ഷോക്ക് ഓഫ് മൈ ലൈഫ്. എന്താന്ന് വെച്ചാൽ അവരുടെ മരണത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യഗ്രതയിൽ എന്റെ മരണത്തിനെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ല. അവർക്ക് 1 മാസം കഴിഞ്ഞോ മറ്റോ ആണ് വിധി വരാൻ പോണതെങ്കിൽ എനിക്ക് എപ്പോ വേണമെങ്കിലും വരാം, പക്ഷെ ഞാൻ ആലോചിച്ചില്ല. എന്തുകൊണ്ടാ ഈ ആലോചന വരാത്തതെന്നാണ് ചോദ്യം.
നമുക്കൊരിക്കലും നമ്മളുടെ മരണത്തിന് ഭാവന ചെയ്യാനേ പറ്റില്ല. നിങ്ങൾ ശ്രമിച്ചു നോക്കൂ, അതൊരു സാധനയാണ്. നമ്മളുടെ മരണത്തിനെ നല്ലവണ്ണം ഭാവന ചെയ്താൽ കുറെ കഴിയുമ്പോ കാണാം ആ ചിത്തവൃത്തി താനേ ഒഴിഞ്ഞു പോണത്. ഹാപ്പി ബർത്ത്ഡേ പാടുന്നുണ്ടല്ലോ, ആർക്കെങ്കിലും ജനനം ഓർമ്മയുണ്ടോ? ജനനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് അറിയണത്. ഒരാൾക്കും ജനനം ഓർമ്മയില്ല, മരണം ഓർമ്മയില്ല. മാത്രമല്ല വളരണത് എത്ര പേർക്ക് അറിയണുണ്ട്? ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്കോ, കൗമാരം കഴിഞ്ഞ് യൗവനത്തിലേക്കോ, യൗവനം കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്കോ വളരണത് എത്ര പേര് അറിഞ്ഞു? കഴിഞ്ഞ 2 വർഷം മുമ്പ് എന്നെ കണ്ടവര് വന്നിട്ട് ഒരുപാട് മാറിപ്പോയല്ലോ, എനിക്കും തോന്നണില്ല. പഴയ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ട് നല്ലവണ്ണം നോക്കിയാ കുറെ മാറിയിട്ടുണ്ട് എന്ന് തോന്നും. എന്താ? പുറമേയുള്ള ഒരു വസ്തുവിന്റെ മാറ്റം പഠിക്കണ പോലെ തന്നെ ഈ ശരീരത്തിന്റെ മാറ്റം പഠിച്ചിട്ട് എനിക്ക് പറയാൻ പറ്റുമെന്നല്ലാതെ ഒരു മാറ്റവും എന്റെ അനുഭവത്തിലില്ല. ആ അനുഭവത്തിന് ശ്രദ്ധ കൊടുക്കലാണ് ജ്ഞാനത്തിന്റെ മുഖ്യമായ പന്ഥ. നമ്മൾക്ക് ഇപ്പൊ തന്നെ ഉള്ള അനുഭവത്തിനെ വില കൊടുക്കുന്നത് കൊണ്ടാണ് അനുഭവം ഉണ്ടാവുക, സാക്ഷാത്കാരം ഉണ്ടാവുക. അല്ലാതെ പുതിയൊരു അനുഭവത്തിനെ തിരയണത് കൊണ്ടല്ല. എല്ലാരിലും ആത്മാവിനെ കാണുക എന്ന് പറയാറുണ്ട്. ആളുകൾ പലതും ഭാവന ചെയ്യും. എന്തോ ഒരു പ്രകാശം കാണണോ, എന്തെങ്കിലും കാണണോ. രമണ മഹർഷിയുടെ അടുത്ത് ചോദിച്ച ഒരാള്, അങ്ങ് എന്താ കാണുന്നത്? ജ്ഞാനികൾ ആത്മദർശികളാണെന്ന് പറയണമല്ലോ. മഹർഷി പറഞ്ഞു, നിങ്ങളൊക്കെ കാണുന്നതേ ഞാനും കാണുള്ളൂ. പക്ഷേ നിങ്ങൾ കുറച്ച് കൂടുതൽ കാണുന്നുണ്ട്, ഞാൻ അത്ര കണ്ട് കാണുന്നില്ല, അത്രേ ഉള്ളൂ. ഞാൻ കാണാത്തതിനേക്കാളും കൂടുതൽ നിങ്ങൾ ശരീരവും മനസ്സും ഒക്കെ കാണുന്നുണ്ട്. അതിനൊക്കെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ആത്മദർശനം എന്നുള്ള ഒരു പുതിയൊരു ദൃഷ്ടിയല്ല. നമ്മളൊക്കെ അനുഭവിക്കുന്നത് സത്യത്തിനെയാണ്, ഭഗവാനെയാണ്. വേദാന്തം ഭൂതവസ്തു വിഷയമെന്നാണ് ജ്ഞാനത്തിന് പറയുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് പുതിയതായിട്ട് നേടിയെടുക്കേണ്ടതല്ല, നമ്മളുടെ അനുഭവത്തിൽ ഇപ്പൊ തന്നെ ഉള്ളതാണ്. പക്ഷെ ശ്രദ്ധിക്കാത്തത് കൊണ്ടും വേണ്ട വിധത്തിൽ അതിനെ നോക്കാത്തത് കൊണ്ടും മാത്രം അതിന്റെ ഫലം നമുക്ക് കിട്ടണില്ല. അതുകൊണ്ടാണ് കഴുത്തിൽ കിടക്കുന്ന മാല എന്നൊക്കെ ഉദാഹരണം പറയുന്നത്. കണ്ഠാഭരണ ന്യായം. കഴുത്തിൽ തന്നെ കിടക്കുന്ന മാല കാണാനില്ല എന്ന് തരയണ പോലെയാണ് നമ്മളൊക്കെ സത്യത്തിനെ അന്വേഷിക്കണത്, ഭഗവാനെ അന്വേഷിക്കണത്. നമ്മൾ പറയണ ഭഗവാനെ കിട്ടിയിട്ടില്ല, ലോകമുണ്ട്, ശരീരമുണ്ട് എന്ന് പറയണം. ജ്ഞാനികളുടെ ദൃഷ്ടി ആകെപ്പാട് കിട്ടിയിട്ടുള്ള ഒരേ ഒരു കാര്യം ഭഗവാൻ മാത്രമാണ്. ലോകം നമുക്ക് കിട്ടിയിട്ടില്ല, ശരീരവും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് നേരെ വിപരീതമായിട്ട് തോന്നിയേക്കുന്നത്. ലോകം കിട്ടിയിട്ടില്ല നമ്മളുടെ കയ്യിൽ. ഒന്ന് അന്വേഷിച്ചു നോക്കൂ. ശരീരം കിട്ടിയിട്ടില്ല, അന്വേഷിച്ചു നോക്കൂ. അനന്തമായി അന്വേഷിച്ചു കൊണ്ടുപോവാം എന്നല്ലാതെ അതിന്റെ ഒന്നും ഉപലബ്ധി നമുക്കില്ല. അസ്താമലകൻ എന്ന ആ കുട്ടി ശ്രീശങ്കരൻ ചോദിച്ചപ്പോ, നീ ആരാണെന്ന് ചോദിച്ചപ്പോ, നിത്യോപലബ്ധി സ്വരൂപോഹമാത്മാ എന്ന്. എപ്പോഴും കിട്ടിയിട്ടുള്ളതായ, എപ്പോഴും അനുഭവത്തിലുള്ളതായ ആത്മാവാണ് ഞാൻ. നാഹം മനുഷ്യോ ന ച ദേവയക്ഷൗ ന ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രാഹ ന ബ്രഹ്മചാരി ന ഗൃഹീ ന വനസ്ഥോ ഭിക്ഷുർന ചാഹം നിജബോധരൂപ. ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ബ്രഹ്മചാരി, ഗൃഹസ്ഥൻ, വാനപ്രസ്ഥൻ, ഇതൊക്കെ ദേഹത്തിന്റെ പേരാണ്. ഇത് ഞാനല്ല. ഇതൊക്കെ സൊസൈറ്റി ഡെഫിനിഷൻ ചോദിക്കുമ്പോ പറയേണ്ടതാണ്. അത് വ്യവഹാരധർമ്മമാണ്, അല്ലെ? പാരമാർത്ഥികവും വ്യവഹാരവും ചേർന്ന് പോവില്ല. ഗവൺമെന്റിൽ ആപ്ലിക്കേഷൻ ചോദിക്കുമ്പോ പേര് എന്ന് ചോദിക്കുമ്പോ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവം ആയ ആത്മാവ് എന്ന് പറയാൻ പറ്റുമോ? അവിടെ ഇന്ന ആളുടെ മകനാണ്, ഇന്ന ജാതിയിൽ പെട്ടവനാണ്. ജാതി ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ജാതിയുടെ പേര് പറയണം. എല്ലാവരും ഒരു മതമാണെന്ന് പറഞ്ഞാലും മതത്തിന്റെ പേര് പറയണം. എല്ലാം പറയണം. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് വേറെ വാങ്ങിക്കൊണ്ടുവരാൻ പറയും. ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്താ? അജ്ഞാനമാണ്. ഇവിടെ ഭേദമില്ലാതെ നടക്കില്ല. വ്യവഹാരം പാരമാർത്ഥികവും ചേർന്നു പോവില്ല. പാരമാർത്ഥികത്തിനെ വ്യവഹാരത്തിൽ കൊണ്ടുവരാൻ പറ്റില്ല. പാരമാർത്ഥികം വ്യക്തിക്ക് അനുഭവിക്കാനുള്ളതാണ്, വ്യക്തി കണ്ടെത്തേണ്ടതാണ്. വ്യവഹാരത്തിൽ അജ്ഞാനമാണ് ഇവിടുത്തെ നിയമങ്ങൾ മുഴുവനും. അതാണ്
രഘുഗണൻ ജഡഭരതന്റെ അടുത്ത് ചോദിക്കണു. ജഡഭരതൻ രഘുഗണനെ അല്പം പോലും വില വെക്കാത്തത് കണ്ടിട്ട് രഘുഗണൻ പറഞ്ഞു, ഞാൻ എന്റെ ധർമ്മമല്ലേ ചെയ്യണത് എന്നാണ്. ഞാൻ രാജാവാണ്, ഇവരെയൊക്കെ പരിപാലിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് മോക്ഷമാർഗം ഈ കർമ്മം കൊണ്ട് തന്നെ തുറന്നു കിട്ടില്ലേ എന്ന് ചോദിക്കാണ്. ഭരതൻ ചിരിച്ചുകൊണ്ട് പറയാണ്, ലെഫ്റ്റ് സൈഡ് കൂടെ കാർ ഓടിക്കണമെന്ന് ഒരു നിയമമുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷൻ ആവും. പക്ഷെ ലെഫ്റ്റ് സൈഡ് കൂടെ വണ്ടി ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് നിനക്ക് ഭക്തിയോ ജ്ഞാനമോ വൈരാഗ്യമോ ഒന്നും ഉണ്ടാവില്ല. അത് ലോകധർമ്മം, സൗകര്യമാണ്. ന സൂരയോഹി വ്യവഹാരമേനം തത്വാവമർശേന സഹാമനന്തി. അറിവുള്ള സൂരികൾ, ജ്ഞാനികൾ ഈ വ്യവഹാരത്തിനെ പാരമാർത്ഥികമായി കൂട്ടിക്കുഴയ്ക്കില്ല. നീ വ്യവഹാരം ചെയ്യണം, എന്ന് എന്റെ പ്രാരബ്ധാണ്. പക്ഷേ വ്യവഹാരം കൊണ്ട് ലോകത്തിൽ ജീവിക്കാം. നിനക്ക് ശാന്തി വേണമെങ്കിൽ വ്യവഹാരപ്രധാനമാണ് വ്യവഹാരം, ആശ്രയപ്രധാനമാണ് ജ്ഞാനം എന്ന് പറയണത്, ശാന്തി എന്ന് പറയണത്. എപ്പോ നിന്റെ സ്വരൂപത്തിനെ നീ അറിയണോ, നീ എന്താണെന്ന് അറിയണോ, അപ്പോഴേ നിനക്ക് ശാന്തി ഉണ്ടാവുള്ളൂ, പൂർണ്ണത ഉണ്ടാവുള്ളൂ, സ്വാതന്ത്ര്യം ഉണ്ടാവുള്ളൂ, നിർവൃത്തി ഉണ്ടാവുള്ളൂ. വ്യവഹാരത്തില് മാറ്റമുണ്ട്. നമ്മളിപ്പോ പറഞ്ഞു, ശരീരത്തിൽ മാറ്റമുണ്ട്, മനസ്സിൽ മാറ്റമുണ്ട്. പക്ഷെ നമ്മളുടെ അനുഭവത്തിൽ ഒന്നും തന്നെ ആ മാറ്റം ഒന്നും നമുക്ക് അറിയണില്ല. മരണം നമുക്ക് ആർക്കും അറിയില്ല. ഇന്നലെ മരണത്തിനെ പറ്റി പറഞ്ഞു, കുറെ ആളുകള് പേടിച്ചിട്ടുണ്ട്. ഇപ്പൊ എന്താ നല്ലത് കേൾക്കണം എന്ന് പറഞ്ഞു വന്നാ മരണം 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 എന്ന് പറഞ്ഞു. മരണത്തിനെ പറഞ്ഞത് മരണമില്ലെന്ന് പറയാനാ, വാസ്തവമല്ല എന്ന് പറയാനാണ്. നമുക്ക് ബാല്യം, കൗമാരം, യൗവനം എന്നുള്ള പരിണാമങ്ങളൊന്നും എങ്ങനെ അറിഞ്ഞില്ലയോ, അതേപോലെ പേടിക്കേണ്ട, മരണവും അറിയൊന്നുമില്ല. വരുമ്പോ അറിയാനൊട്ട് സാധ്യമല്ല. അത് പ്രകൃതിയുടെ ഒരു ധർമ്മം മാത്രമാണ്. നമ്മളുടെ സ്വത്വത്തിൽ അതിന് യാതൊരുവിധ സ്പർശവും ഏൽപ്പിക്കാൻ സാധ്യമല്ല. നമ്മൾക്ക് വ്യക്തിത്വത്തിനോട് പിടിപാടുള്ളത് കൊണ്ടാണ് മരണത്തിന് ഭയം. ഒരു പാശ്ചാത്യ കവി അറിയാതെ പാടിപ്പോയി, സ്ലീപ്പ് ഈസ് ഗുഡ്, ഡെത്ത് ഈസ് ബെറ്റർ, ആൻഡ് ഇറ്റ് ഈസ് ബെസ്റ്റ് നെവർ ടു ബി ബോൺ അറ്റ് ഓൾ. അറിയാതെ അദ്ദേഹം പറഞ്ഞു, ഉറക്കത്തിനെ തന്നെ നമ്മൾ ഇത്രയധികം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ മരണത്തിന് എന്തിനു ഭയപ്പെടണം? വളരെ എളുപ്പത്തില് ജ്ഞാനത്തിലേക്ക് പോവാനുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഈ സുഷുപ്തി എന്ന് പറഞ്ഞത്. ശരീരമില്ല, അവിടെ മനസ്സില്ല, നമുക്ക് എന്തെങ്കിലും കുറവുണ്ടായോ? നമ്മളുടെ വ്യക്തിത്വം പോയി ഡീപ് സ്ലീപ്പില്. ഇറ്റ്സ് ദ ഗ്രേറ്റസ്റ്റ് ഹീലിംഗ് സെന്റർ. ഡോക്ടർമാരെ അറിയാതെ ചെയ്യണ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, സൂക്കടൊക്കെ ആയിട്ട് വന്ന ആദ്യം മരുന്ന് കൊടുത്ത് ഉറക്കുകയാണ്. ഉറങ്ങിക്കഴിയുമ്പോ ചിലപ്പോ പലപ്പോഴും പല വ്യാധികളും മാറും. എങ്ങനെ മാറിയാന്ന് ചോദിച്ചാൽ അറിയില്ല. അവിടെ എന്തോ ഒന്നുണ്ട്. ഏഷ സർവേശ്വര, ഏഷ സർവജ്ഞ, യേശോന്തര്യാമി, ഏഷ യോനി പ്രഭവാപ്യയോ ഹി ഭൂതാനാം എന്നാണ് ശ്രുതി പറയണത്. നമുക്ക് ഊഹിക്കാൻ പോലും സാധിക്കില്ല. ഇതിനകത്ത് ഈ മനസ്സ് പോയി ലയിക്കുന്ന സ്ഥലത്ത് എന്തുണ്ട്? സർവേശ്വര, സർവജ്ഞ, സർവാന്തര്യാമി. നമ്മളുടെ തന്നെ പിറപ്പിടത്തില് ഭഗവാനുണ്ട്. നമ്മളുടെ പൂർണ്ണതയ്ക്ക് കാരണമായ വസ്തു നമ്മളിൽ തന്നെ കിടപ്പുണ്ട്, ഹൃദയസ്ഥാനത്തിലുണ്ട്. മനസ്സ് അവിടേക്കാണ് ചെന്ന് ലയിക്കണത്. ഉറക്കത്തിൽ നമുക്ക് യാതൊരു കുറവും തോന്നിയില്ല. ശരീരമില്ലാതെ, ശരീരം നഷ്ടപ്പെട്ടു, അവിടെ മനസ്സ് നഷ്ടപ്പെട്ടു, നമ്മളുടെ അഭിമാനം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടിട്ടും നമ്മൾ അതിനു വേണ്ടി കാക്ഷിക്കണു, ആശിക്കണു, ദാഹിക്കണു. നല്ല വേദാന്ത സമ്പ്രദായ മഠങ്ങളില് മഠാധിപതികളെ എഴുന്നേൽക്കുമ്പോ ആരതി കാണിക്കാവുന്നൊരു സമ്പ്രദായമുണ്ട്. എന്താന്ന് വെച്ചാൽ, കൈലാസത്തിലേക്ക് പോയിട്ട് വരികയാണ് എന്നൊരു ചൊല്ലുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ അവര് കൈലാസത്തുനിന്ന് വരികയാണെന്നാണ്. എന്നുവെച്ചാൽ ജ്ഞാനികളുടെ നിദ്രാ സമാധിസ്ഥിതി എന്ന ആചാര്യസ്വാമികളുടെ ഒരു ശ്ലോകമുണ്ട്. ജ്ഞാനിക്ക്, തത്വം അറിഞ്ഞവന്, വാസനയില്ലാത്തവന് ഉറക്കം ഒരു ദിവ്യമായ അനുഭവമാണ്.
നമ്മൾക്ക് ഉറക്കം ഒരു ദിവ്യമായ അനുഭവം അല്ലാതെ മാറാൻ കാരണം നമ്മൾ ശരിക്കും ഉറങ്ങണില്ല എന്നുള്ളതുകൊണ്ടാണ്. അധികവും പോയി ലയിക്കണത് വാസനകളുടെ പടലത്തിലാണ്, മനോമണ്ഡലത്തിലാണ്. അതിലും ഇടയ്ക്കിടയ്ക്ക് കുറെയൊക്കെ ആ ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവും. അതില്ലെങ്കിൽ നമ്മളെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഏഷ ആനന്ദോ ന സ്യാത്. ശ്രുതി തന്നെ പറയണ ഈ ആനന്ദമില്ലെങ്കിൽ കഫ് പ്രാണ്യാത്. ആരീ പ്രാണനം വെച്ചുകൊണ്ടിരിക്കും? ദിവസം കുറച്ചുനേരം അവിടെ പോയിട്ട് വരണത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ നടന്നും കൊണ്ടും വിഷയസുഖം അനുഭവിച്ചും കൊണ്ടും സുഖദുഃഖങ്ങളിൽ ചലിച്ചും കൊണ്ടും ഒക്കെ ജീവിക്കണം. എവിടെയോ വി ടേക്ക് എ ഡിപ്പ് ഇൻ അവർ റിയൽ നേച്ചർ. നമ്മൾ അറിയാതെ. കുട്ടികൾ ഉറങ്ങി എഴുന്നേക്കുമ്പോ ശ്രദ്ധിക്കണം, നല്ല സൂര്യൻ ഉദിക്കണ പോലെ, പുഷ്പം വിരിയണ പോലെ ഉണ്ടാവും. അവരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ പറയില്ല ആലസ്യമാണെന്ന് പറയില്ല. ചെറിയ കുട്ടികൾ ഉറങ്ങി എഴുന്നേക്കണം ശ്രദ്ധിക്കാം. വലുതാവും തോറും ഉറങ്ങി എഴുന്നേക്കണവരെ കണ്ടാൽ ഓക്കാനും വരും. അതിന് കാരണം അത് വരുന്നത് മനോമണ്ഡലത്തിൽ നിന്നാണ്. നമ്മൾക്കിപ്പോ അത് വിഷയമല്ല. നമ്മൾക്ക് വിഷയം മരണം, ജനനം, വ്യാധി, യാതൊന്നും, ശരീരത്തിന്റെ യാതൊരു ധർമ്മവും നമ്മളുടെ യഥാർത്ഥ സത്തയെ സ്പർശിക്കുക പോലും ചെയ്യണില്ലെന്നുള്ളതിന് ദിവസമുള്ള ദൃഷ്ടാന്താണ്. എന്തൊക്കെ വിഷമുള്ള ദിവസവും വളരെ ലാഘവത്തോടുകൂടി നമ്മളുടെ ഉള്ളില് അന്തര്യാമി ഈ ശരീരത്തിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് താനായിട്ടിരിക്കണം. ഇത് കണ്ടാണ് ഋഷികൾ ഊഹിച്ചതും ഇത് സാധിക്കുമെന്ന്. ഉള്ള വസ്തുസ്ഥിതിയെ കണ്ടിട്ടാണ് അവർ ശ്രദ്ധിക്കുന്നത്. ഇത് ബൃഹദാരണ്യകത്തിൽ ഇത് തന്നെ ചർച്ചാ വിഷയമാണ്. യാജ്ഞവൽക്യൻ പറയണു, ഈ സുഷുപ്തിയെ കാണിച്ചിട്ടാണ് പറയണത് അസംഗോഹ്യം പുരുഷ. എല്ലാത്തിനെയും വിട്ടിട്ട് താൻ തന്നില് പോയി ഇരിക്കുന്നു. സ്വം അപീതോ ഭവതി. തന്നെ തന്നെ വിഴുങ്ങിക്കളയാണ്. തന്റെ വ്യക്തിത്വം പോലും ഇല്ലാതെ സുഖമായിട്ടിരിക്കണം. ഈ പ്രോസസ്സിനെ ശ്രദ്ധിക്കാം. ദിവസം ഒരു ചെറിയ സാധന എന്താന്ന് വെച്ചാൽ ഉറങ്ങി എഴുന്നേറ്റിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് ഒന്ന് ഇങ്ങനെ ആലോചിക്കുക, കുറച്ചു നേരം മുമ്പ് ഞാൻ എവിടെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ സാധന അവിടെ തന്നെ ഇരിക്കാം. എന്നിട്ട് എന്താ ഈ സുഷുപ്തി? സുഖമായി ഉറങ്ങി, ദിവസവും തോന്നില്ല. ഇതൊക്കെയാണ് വേദാന്ത മനനം എന്ന് പറയുന്നത്. ഉറങ്ങി എഴുന്നേറ്റിട്ട് ദിവസം ശ്രദ്ധിക്കാൻ പുറപ്പെട്ടാൽ നടക്കില്ല. എന്താന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് കാണാം ഉറക്കവും സുഷുപ്തിക്കുള്ള വ്യത്യാസം നമുക്ക് കാണാം. അധിക ദിവസവും ഉറങ്ങിയാണ് എഴുന്നേക്കുക. എന്നുവെച്ചാൽ ഒരു ആലസ്യം ഉണ്ടാവും, ഒരു ജാഡ്യത ഉണ്ടാവും, ഒന്നും തോന്നില്ല. പക്ഷെ എപ്പോഴാണോ നമ്മൾ ഡീപ്പ് സ്ലീപ്പിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് വേക്കിംഗ് സ്റ്റേറ്റിലേക്ക് വരുന്നത്, ജാഗ്രതയിലേക്ക് വരുന്നത്, അന്ന് നമ്മള് പതുക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ ഒരു ഡെപ്ത്, ഒരു പൂർണ്ണത, ഒരു ഹോൾനെസ്, അതിൽ ജാഡ്യതയില്ല, ഒരു നിറവ്, തികവ്. കുട്ടിക്കാലത്തൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും. അത് ഉറങ്ങി എഴുന്നേറ്റിട്ട് രാവിലെ എഴുന്നേക്കുമ്പോ അത് വാർദ്ധക്യമാവുമ്പോ അധികം പോവും. പലപ്പോഴും മഹാപുരുഷന്മാരുടെ ഉറക്കമൊക്കെ വളരെ വിചിത്രമായിരുന്നു. രമണ മഹർഷി ഉറങ്ങിയതിൽ രമണ ഭഗവാനെ കൂട്ടുകാരൊക്കെ കുംഭകർണൻ എന്ന പേരിട്ടിരുന്നത്. എന്താന്ന് വെച്ചാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. നമ്മൾ അറിയണത് അദ്ദേഹത്തിന് 17ാമത്തെ വയസ്സിൽ വിചാരം ചെയ്ത് ജ്ഞാനിയായി എന്ന് മാത്രമേ കഥ വായിക്കണവർക്ക് അറിയുള്ളൂ. പക്ഷെ കുട്ടിക്കാലത്ത് മുഴുവൻ പിള്ളേരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നല്ല ബലമുള്ള ശരീരമാണ്, ഫുട്ബോൾ കളിക്കും, എന്തെങ്കിലുമൊക്കെ കള്ളം കാണിച്ചാൽ നല്ല അടി കിട്ടും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് പിള്ളേരെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി കാത്തോണ്ടിരിക്കും. അത്രേ ഉറങ്ങിക്കഴിഞ്ഞാൽ പൊക്കിക്കൊണ്ടുപോയി ഗ്രൗണ്ടിൽ മുഴുവൻ നടന്നിട്ട് നല്ല അടിയൊക്കെ കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്ന് ഇട്ടാലും നേരം വെളിച്ചായോ ഒന്നും ഓർമ്മയുണ്ടാവില്ല. അത്ര ഇങ്ങനെയൊക്കെ ചെയ്തു എന്നോ ഭഗവാൻ തന്നെ പിന്നീട് പറയും, എന്റെ മുണ്ടും ഒക്കെ ചളിയായിട്ടുണ്ടാവും, എങ്ങനെയായെന്ന് എനിക്കൊന്നും അറിയില്ല, യാതൊന്നും അറിയില്ല. വിവേകാനന്ദ സ്വാമി രാമകൃഷ്ണദേവന്റെ അടുത്തേക്ക് പോകുമ്പോ തന്നെ നീ എങ്ങനെയാ ഉറങ്ങണത് എന്നാ ചോദിക്കണം. നീ എങ്ങനെയാ ഉറങ്ങണത്? അദ്ദേഹം പറഞ്ഞു, എന്താ ഉറക്കം എല്ലാരെ പോലെ തന്നെ. ഞാൻ ഉറങ്ങാൻ പോകുമ്പോ അല്ല എല്ലാരെ പോലെയോ ഉറങ്ങണമെന്ന് പറഞ്ഞല്ലേ, അതെങ്ങനെയത്? എല്ലാരും എങ്ങനെയാ ഉറങ്ങണോ അങ്ങനെയാ ഞാൻ ഉറങ്ങണ. ശരി, നീ ഉറങ്ങണതിനെ ഒന്ന് പറയൂ. ഞാൻ ഉറങ്ങണതിന് മുമ്പിലൊരു പ്രകാശം കാണും, പതുക്കെ അങ്ങടെ എല്ലാം മറഞ്ഞു പോവും, അതിലെല്ലാം ലയിക്കും ഉറങ്ങും. എന്നാ കേട്ടോളൂ, ഇങ്ങനെയല്ല എല്ലാരും ഉറങ്ങണത്. ആ എൻട്രി ഉണ്ടല്ലോ നമ്മളുടെ ഉള്ളിലേക്ക്,
ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതേ. ക്ഷേത്രം എന്നുള്ളതിന് വയലെന്നാണ് അർത്ഥമെങ്കിലും അമ്പലം എന്ന് പറയാമെങ്കിൽ ഇവിടേക്ക് ഉള്ള ആ എൻട്രി, ആ പ്രവേശം ദിവ്യമാണ്. ഇതറിഞ്ഞാൽ വൈദികമായ മതം എന്ന് പറയണത് നമ്മളിൽ നടക്കുന്ന പ്രാകൃതമായ ഓരോ ചലനങ്ങളെയും ആണ് വേദത്തില് സവനത്തിന്റെ ഓരോ ഭാഗങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. ബൃഹദാരണ്യകോപനിഷത്തിൽ അഗ്നിഹോത്രം മുതലായ എല്ലാ കർമ്മങ്ങളെയും ജ്ഞാനിയുടെ ശരീരത്തിലുള്ള ഓരോ ചലനങ്ങളിലും ആരോപിച്ച് ഉപാസിക്കാൻ പറയുന്നുണ്ട്. നമ്മളുടെ ഉറക്കത്തിനെ ശ്രദ്ധിക്കുക, ഊണ് കഴിക്കണതിനെ ശ്രദ്ധിക്കുക. ഇതിലൊക്കെ കാണാം നമ്മളിതൊക്കെ കണ്ട് വിസ്മയിക്കണം. പുറമേക്ക് എന്തൊക്കെയോ കണ്ട് വിസ്മയിക്കുന്നു. നമ്മളെ തന്നെ കണ്ട് വിസ്മയിക്കാൻ പഠിക്കുകയാണ്. നമ്മളുടെ തന്നെ അനുഭൂതി മണ്ഡലത്തിനെ കണ്ട് വിസ്മയിക്കാൻ പഠിക്കുകയാണ്. മോക്ഷം എന്നൊക്കെ പറഞ്ഞാൽ എവിടെയോ മരിച്ചു പോയിട്ട് എവിടെയോ പോയിട്ട് കൈലാസത്തിലോ വൈകുണ്ഠത്തിലോ പോയി നിൽക്കലാണ് എന്ന് ധരിച്ചിരിക്കുന്നു. മോക്ഷം കിട്ടാനുള്ള ഒരു അവസ്ഥയാണെങ്കിൽ നഷ്ടപ്പെട്ടു പോകും. മോക്ഷം എന്ന് പറയുന്നത് കിട്ടാനുള്ള അവസ്ഥയല്ല, നമ്മളുടെ സ്വരൂപമാണ്, നമ്മളാണത്. ഇന്ദ്രൻ പ്രജാപതിയുടെ അടുത്ത് ചെന്ന്, ഇന്ദ്രനും വിരോചനനും കൂടെ പ്രജാപതിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് ബ്രഹ്മത്തിനെ പറഞ്ഞു തരൂ, ബ്രഹ്മോപദേശം ചെയ്യൂ. പഴയ കാലത്തൊന്നും ഇങ്ങനെയൊന്നും നിർത്തി പറഞ്ഞു കൊടുത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തൊന്നും ചെയ്യില്ല. സാധിക്കുമെങ്കിൽ ചോദിച്ചു കൊണ്ടുവരുന്ന ആളെ വഴിതെറ്റിക്കാൻ വല്ല വഴിയുണ്ടോ എന്നാണ് ആദ്യം നോക്കുക. എന്താന്ന് വെച്ചാൽ ഈ ചോദ്യം കൊണ്ട് അയാൾ പോട്ടെ, പക്വമാവുമ്പോ വന്നാ മതി. അവർക്ക് എല്ലാരെയും പറഞ്ഞ് ബോധിപ്പിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അവർക്ക് തയ്യാറാവുമ്പോ, അവര് റിസപ്റ്റീവ് ആവുമ്പോ വരട്ടെ. റിസപ്റ്റീവ് ആവുമ്പോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലായിക്കോളും. മറ്റേത് മനസ്സിലായില്ല എന്തു പറഞ്ഞു കൊടുത്താലും മനസ്സിലായില്ല എന്ന് പറയും. നല്ല പക്വയാണെങ്കിൽ ഗുരു മൗനമായിരുന്നാൽ തന്നെ മനസ്സിലാക്കിക്കോളും. പ്രജാപതിയുടെ അടുത്തേക്ക് ഇന്ദ്രനും വിരോചനൻ അസുര ചക്രവർത്തിയാണ്. ഇവര് രണ്ടുപേരും കൂടെ ചെന്നു, ഞങ്ങൾക്ക് ബ്രഹ്മോപദേശം ചെയ്യൂ എന്ന് പറഞ്ഞു. അപ്പോ പ്രജാപതി ചോദിച്ചു, എന്താ നിങ്ങൾ ഉദ്ദേശിക്കണം? അല്ല, ഏതൊന്നുകൊണ്ടാണോ ഞങ്ങൾക്ക് പൂർണ്ണമായ ഭോഗം സാധ്യമാവുക അത് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ. നമ്മളിപ്പോ അതാണല്ലോ ആശിക്കണത്. നമ്മള് ഭോഗത്തിനെയാണ് ആശിക്കണത്. ഭോഗ്യം, ഇന്ദ്രൻ പറയണതാണ് ഭോഗ്യമായിട്ട് എനിക്ക് കിട്ടണം. എന്തൊക്കെ കിട്ടുമോ അതൊക്കെ പറഞ്ഞു തരും. എന്തൊക്കെ കിട്ടിയാലാണോ എനിക്ക് സന്തോഷാവുക, ഗ്ലോറിഫിക്കേഷന് വേണ്ടി നമ്മൾ തരികയാണല്ലോ. അപ്പൊ എന്തൊക്കെ കിട്ടിയാലാണ് അതാണ് അതിന്റെ പരമകാഷ്ഠയാണ് ഈ മോക്ഷം എന്ന് പറയുന്നത്, ബ്രഹ്മാനുഭവം എന്ന്. അത് പറഞ്ഞു തരൂ. ആത്മാ എന്ന് പറയണമല്ലോ, അതിനെ അറിഞ്ഞാൽ നമ്മൾ മുക്തരാവെന്ന് പറഞ്ഞു. എന്താ ഈ ആത്മ? പ്രജാപതി പറഞ്ഞു, ഒരു ശരാവ്, അതായത് പൊട്ടിയ ചട്ടി, അത് കിടപ്പുണ്ട് അവിടെ. ആ ചട്ടിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതില് നല്ലവണ്ണം അലങ്കരിച്ച് നല്ല വസ്ത്രം ധരിച്ച്, അത് കണ്ണാടിയാണ്, അതിന്റെ മുമ്പിൽ നിന്ന് നോക്കുക. ഇന്ദ്രനും വിരോചനനും നല്ലവണ്ണം അലങ്കരിച്ച് കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് നോക്കി, എന്താ കാണുന്നത്? നല്ല സുന്ദരമായിട്ട് ഇരിക്കണം. അത് തന്നെ ആത്മാ പോയിക്കൊള്ളുന്നു. വിരോചനൻ വളരെ സന്തോഷായി. അദ്ദേഹം നേരെ പോയി, ഇതാണ് നമ്മൾക്ക് റിയൽ ഇൻക്വിസിറ്റീവ്നെസ് ഇല്ലെങ്കിൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ തന്നെ ഒരു അംഗീകാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മളുടെ ബുദ്ധിയോ മനസ്സിനെയോ സംതൃപ്തമാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഐഡിയലിസം കൊണ്ടാണ് സത്യാന്വേഷണം ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളും. ഒക്കെ ഇതാണ് എന്റെ ജീവിത ലക്ഷ്യം എന്നൊക്കെ വികാരത്തോടുകൂടെ പുറപ്പെട്ടിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി ഇത്തിരി വേദാന്തമൊക്കെ പഠിച്ച് ഒക്കെ ആയിക്കഴിഞ്ഞാൽ സമാധാനമായി. നിനക്ക് തൃപ്തിയായോ പറയാൻ വയ്യ, ഫുൾഫിൽമെന്റ് വന്നോ പറയാൻ വയ്യ. എന്നുവെച്ചാൽ അത്രയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഉദ്ദേശിച്ചത് ഇപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അതങ്ങോട്ട് കിട്ടിയപ്പോ സന്തോഷായി. വിരോചനൻ ചെന്ന് അസുരന്മാരുടെ ഇടയിൽ പ്രചരിപ്പിച്ചു അത്രേ അസുരന്മാരുടെ ഉപനിഷത്ത് എന്നാണ്. എന്താന്ന് വെച്ചാൽ
ശരീരത്തിനെ സുഖമായിട്ട് വെക്കുക, നല്ലവണ്ണം അലങ്കരിക്കുക, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, കുളിക്കുക, ആരോഗ്യമായിട്ടിരിക്കുക, ഇതൊക്കെ വേണ്ടൂ. മരിച്ചു കഴിഞ്ഞാലും അത്ര പെട്ടെന്നൊന്നും വിടരുത്. ശവത്തിനും ഇത്തിരി ഭക്ഷണമൊക്കെ കൊടുക്കണം. അത് ശവമായാല് അതിന്റെ വായില് അരിയൊക്കെ ഇട്ട് കൊടുക്കണം. ഇതൊക്കെ വിരോചനന്റെ സമ്പ്രദായം അത്രേ. വിരോചനം എന്ന് വന്നതാണെന്ന് ശ്രുതി തന്നെ പറയണം. അതിന് പട്ടുവസ്ത്രമൊക്കെ കൊടുത്ത്, തമിഴ്നാട്ടിലൊക്കെ ആവുമ്പോ കല്യാണത്തിന്റെ യാത്രയാണോ അവരുടെ യാത്രയാണോ എന്ന് അറിയില്ല, ഇരുന്നുകൊണ്ടൊക്കെ പോവും ലോറിയില്. അലങ്കരിച്ച് തിരുവണ്ണാമലയിൽ ധാരാളം കാണും. പൂവൊക്കെ അങ്ങനെ ഇട്ട് ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് പോകും. അത് കാണുമ്പോൾ ഇത്തിരി സന്തോഷം തോന്നുന്നു. ഓ, മരണമായിട്ട് ഇവർക്ക് ഇപ്പൊ ഡാൻസാണ്. മരിച്ചു കഴിഞ്ഞാലും ഇടരുത് എന്നാണ്. നാരായണ ഗുരുസ്വാമിയുടെ അടുത്ത് ചോദിച്ചു അത്രേ, നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ കുഴിച്ചു മൂടണോ കത്തിക്കണോ എന്താ വേണ്ടതെന്ന് ചോദിച്ചു അത്രേ. നാരായണ ഗുരു പറഞ്ഞു അത്രയും, നല്ലവണ്ണം എണ്ണ ആട്ടണ ചക്കിലിട്ട് ആട്ടിയിട്ട് വാഴയ്ക്ക് വളമായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പൊ ഈ ചോദിച്ചു വന്നവർ, അയ്യോ എന്താ വേദനിക്കോ? അപ്പോഴും വേദനിക്കോ എന്നാണ് പേടി. എന്താ വേദനിക്കോ? വിരോചനൻ അതുകൊണ്ട് സംതൃപ്തനായി. ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, വിരോചനൻ നിന്ന് ചാർവാകമതം വന്നു എന്നൊക്കെ പറയും. ചാർവാകൻ ആധ്യാത്മികതയുടെ ആദ്യ പടിയാണ്. അവന് ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ട്, പക്ഷെ ആദ്യത്തെ പടിയിൽ നിന്നു. നമ്മളിൽ പലരും എന്നുവെച്ചാൽ സത്സംഗത്തിൽ വരണവരുടെ കാര്യമല്ല പറയണത്, നമുക്ക് ലോകത്തിൽ കാണുന്നവര് അധികവും ചാർവാകനേക്കാളും ചവിട്ടിലാണ്. ചാർവാകൻ ഉണ്ണണമെന്നും ഉറങ്ങണമെന്നും മനുഷ്യന് അതിനുവേണ്ട സമയം വേണമെന്നും രസിക്കണമെന്നും ഋണം കൃത്വാ ഘൃതം പിബേത്, കടം വാങ്ങിയിട്ടെങ്കിലും നല്ലവണ്ണം നെയ്യ് കൂട്ടി ഉണ്ണണോ അത്ര, തിരിച്ചു കൊടുക്കൊന്നും വേണ്ടാന്നാണ്. ബാങ്കിൽ നിന്ന് ഇഷ്ടം പോലെ ലോൺ എടുക്കുക, തിരിച്ചു കൊടുക്കൊന്നും വേണ്ട അത്രേ. അതാണ് ഇരിക്കണ കാലത്ത് സുഖമായിട്ടിരിക്കുക. ഇന്നത്തെ ആളുകൾക്ക് അതിനു പോലും സമയമില്ല. അവരെവിടെ ജീവിക്കണ? മുമ്പിൽ ഇങ്ങനെ പണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് രാത്രി 7 മണിക്ക് പുറപ്പെട്ടാൽ രാത്രി 12 മണി വരെ പണിയെടുക്കണു. കരിയറാണ്, ജീവിതമാണെന്നൊക്കെ പറയണു. ജീവിക്കേണ്ട സമയമാകുമ്പോഴേക്കും എണീക്കാനേ വയ്യ. ചില കുട്ടികളൊന്നും അച്ഛനാരാന്ന് അറിയില്ല, അവർക്ക് കണ്ടിട്ടേ ഇല്ലേ. വീട്ടിൽ തന്നെ ഉണ്ട് അവരൊക്കെ, കാണില്ല. എന്താ കാര്യം? നമ്മളുടെ ലോഭം കാരണമോ അല്ലെങ്കിൽ നമ്മളുടെ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള ഭയം കാരണമോ ചാർവാകനേക്കാളും ചുവട്ടിൽ പോയി നമ്മൾ. ചാർവാകൻ പറഞ്ഞത് ജീവിക്കാൻ വേണ്ടിയാണ് നമ്മള് ഇത്രയൊക്കെ മെനക്കെടുന്നത്, അതുകൊണ്ട് ജീവിക്കണം എന്നുള്ള ആദ്യ പടിയിലെങ്കിലും നിർത്തി. ചാരുവാചം എന്നാണ്, വളരെ കേൾക്കാൻ ഇൻപമുള്ള മധുരമായ വാക്കു പറയണവൻ എന്നാണ് അർത്ഥം. അയാൾ പറയണത് കേട്ട് കഴിഞ്ഞാൽ അത് തന്നെയാണ് ശരിയെന്ന് തോന്നും. സുഖമായിട്ടിരിക്കണം ജീവിതം, ഉണ്ണണം ഉറങ്ങണം, വേണ്ടതല്ലേ എന്ന് തോന്നും. അയാളുടെ ഫിലോസഫി എവിടെയാ പരാജയപ്പെടുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോ നമ്മൾ വിചാരിക്കണ പോലെ ഉണ്ണാനും ഉറങ്ങാനും പറ്റില്ല. സുഖമായിട്ടിരിക്കുമ്പോഴായിരിക്കും ചിലപ്പോ നമ്മൾ ഭാവനയൊക്കെ തകർന്നു പോണത്. മഹാഭാരതത്തിൽ ഒരു കഥയുണ്ട്, മങ്കിഗീത എന്ന് പറഞ്ഞിട്ട് ഭീഷ്മര് മോക്ഷപർവത്തിൽ ഉപദേശിക്കുന്നതാണ്. മങ്കി എന്ന് പറയുന്ന ഒരു വ്യാപാരി, അദ്ദേഹം ധാരാളം ഗോതമ്പും അരിയും പച്ചക്കറിയും മറ്റു പല സാധനങ്ങളും വണ്ടിയിൽ കയറ്റിയിട്ട് അയാൾ ഇങ്ങനെ ഭാവന ചെയ്യണം. നല്ല കാളകളുണ്ട്, 2 കാളകൾ. വണ്ടി ഓടിക്കുമ്പോൾ അദ്ദേഹം ഭാവന ചെയ്യാണ്, ഇതൊക്കെ ഞാൻ വിൽക്കും, വിറ്റിട്ട് ധാരാളം പണം സമ്പാദിക്കും. പണം സമ്പാദിച്ച് ചെറിയ ഒരു തോട്ടം വാങ്ങിക്കും, അവിടെ ഞാൻ തന്നെ സാമഗ്രികൾ ഉണ്ടാക്കിയെടുക്കും, എന്നിട്ട് അത് വിറ്റ് കൂടുതൽ പണം സമ്പാദിക്കും. പണം സമ്പാദിച്ച് ചെറിയൊരു സൈന്യത്തിനുണ്ടാക്കും. സൈന്യത്തിനുണ്ടാക്കി ഞാൻ സാമന്ത രാജാക്കന്മാരെ സഹായിക്കും. സാമന്ത രാജാക്കന്മാരുടെ ആനുകൂല്യം കൊണ്ട് എനിക്ക് കുറച്ച് ഗ്രാമങ്ങളൊക്കെ വിട്ടുകിട്ടും. അവസാനം ഞാൻ ഗ്രാമങ്ങളിൽ സൈന്യം സംഭരിച്ച് ചക്രവർത്തിയെ സഹായിക്കും. ഞാൻ സാമന്ത രാജാവായിട്ട് മാറും. സാമന്ത രാജാവായി ഞാൻ പതുക്കെ പതുക്കെ ചക്രവർത്തിക്ക് തുല്യനായിട്ട് മാറും എന്നിങ്ങനെ സ്വപ്നമിങ്ങനെ കണ്ടുകൊണ്ട് അയാൾ രാജാവും രാജാതിരാജാവും ചക്രവർത്തിയും ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മങ്കി വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. ആ പാടെ ഉള്ളത് കുറെ ഗോതമ്പ് പച്ചക്കറിയാണ് വണ്ടിയില്. അങ്ങനെ പോകുമ്പോ വഴിയിലൊരു ഒട്ടകം കിടക്കണം. ഒട്ടകം അതിന്റെ പൂഞ്ഞ
ഈ വണ്ടിയുടെ നുകം പോയി അതിന്റെ പൂഞ്ഞേല് പോയി അങ്ങോട്ട് കുടുങ്ങി. ബലവാനായ ഒട്ടകം, 2 കാളകളുടെ ഉയരമുള്ള ഒട്ടകം എഴുന്നേറ്റ് അങ്ങോട്ട് നിന്നു. എഴുന്നേറ്റ് നിന്നപ്പോ ഈ വണ്ടിയുടെ നുകം ആ ഒട്ടകത്തിന്റെ പൂഞ്ഞേല് കുടുങ്ങി. കാളകളെ 2നെയും പൊക്കിക്കൊണ്ട് സകല ഗോതമ്പും പച്ചക്കറിയും ചുവട്ടിൽ കമിഴ്ത്തിയിട്ടിട്ട് ഈ മങ്കിയും ഉരുണ്ട് ചുവട്ടിൽ വീണു. വണ്ടിയും കൊണ്ട് നാട് നീളയും ഒട്ടകം ഓടി. കാളകൾ 2ഉം ചത്തു, വണ്ടിയും കേടുവന്നു പോയി. അപ്പം മങ്കിക്ക് വൈരാഗ്യമുണ്ടായിട്ട് ഉറക്ക പാടുകയാണ്, കാമജാനാമി തേ മൂലം സങ്കൽപ്പാത്വം ഹി ജായസേ നത്വാം സങ്കൽപ്പയിഷ്യാമി സമൂലസ്ത്വം വിനങ്ഷസി. ഹേ ആശയെ, ഹേ കാമമേ, നീ എന്നെ സങ്കൽപ്പിച്ച് ഞാൻ കോട്ട കെട്ടി ഒക്കെ തകർന്നുപോയി. ഇതാണ് ചാർവാക മതത്തിന് ഒരേ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ ഈ ഒട്ടകത്തിനെ നമ്മൾ കാണില്ല. നമ്മൾക്ക് കാളയുണ്ട്, വണ്ടിയുണ്ട്, ഗോതമ്പുണ്ട്, പച്ചക്കറിയുണ്ട്, നമ്മൾക്ക് ശക്തിയുണ്ട്, കച്ചവടം ചെയ്യാം, ഒക്കെ കാര്യം ശരി. പക്ഷെ ഒട്ടകം എപ്പോ എഴുന്നേക്കും എന്നുള്ളത് മാത്രം അൺപ്രഡിക്റ്റബിൾ ആണ്. എപ്പോഴോ ഒരിക്കൽ ഒട്ടകം എഴുന്നേക്കും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക, ഈ ഒട്ടകത്തിനെ കണ്ടില്ലല്ലോ എന്നാണ്. പലപ്പോഴും ഒട്ടകം എഴുന്നേറ്റ് കഴിയുമ്പോഴാണ് നമ്മൾ ജീവിതത്തിലെ പല കാര്യങ്ങളും ചിന്തിച്ചു തുടങ്ങുന്നത്. നമ്മൾ വിചാരിച്ച പോലെയല്ല കാര്യം. അപ്പോഴാണ് ചാർവാകന്റെ കോട്ടകൾ പൊളിഞ്ഞു പോണത്. ആദ്യത്തെ സ്റ്റെപ്പാണ് ചാർവാകൻ വിരോചനൻ ചെന്ന അസുരന്മാരുടെ ഇടയ്ക്ക് പ്രസംഗിച്ചു. സുഖമായിട്ടിരിക്കാം, ലക്ഷറിയസ് ആയിട്ടിരിക്കുക, എന്തൊക്കെ സാമഗ്രികൾ സുഖിക്കാൻ പറ്റും ഒക്കെ സുഖിക്കാം. ഏകദേശം നമ്മളുടെ അമേരിക്കൻ കൾച്ചർ മുഴുവൻ അടുത്ത കാലം വരെ അതായിരുന്നു. ഇപ്പോ റിസഷന്റെ ഒട്ടകം എഴുന്നേറ്റു. പിന്നെ അതല്ലാതെ ഓരോരുത്തർക്കും കുടുംബത്തിലൊക്കെ ഒട്ടകം എഴുന്നേക്കണുണ്ട്. പലവിധ വേദനകളും പ്രശ്നങ്ങളും. ഒരു 50% സൈക്കിക് പേഷ്യൻസ് ആണെന്നാണ് പറയണത്. അതൊക്കെ ഓരോ ഒട്ടകാണ്. അപ്പോഴൊക്കെയാണ് പതുക്കെ ഈ കെട്ടിപ്പടുത്തതൊന്നും സേഫ് അല്ല എന്ന് മനസ്സിലാവണം. എന്താ പ്ലെയിൻ കൊണ്ടുപോയി ഇടിച്ചില്ലേ, എന്താ അത്, വേൾഡ് സെന്ററിൽ പോയി ഇടിച്ചതിന് ശേഷം ഇത്രയും വലിയ രാഷ്ട്രത്തിന് പേടിയായി തുടങ്ങി. ഈ ആനയ്ക്ക് എലിയ പേടിയാണത്ര. അതുപോലെ ഊശാന്താടി വെച്ച് ആരെങ്കിലും വന്നാൽ തന്നെ നാട് മുഴുവൻ നടുങ്ങും. എന്താ കാര്യം? സെക്യൂർ അല്ല. നമ്മളുടെ എത്ര കണ്ട് നമ്മൾ സെക്യൂർ ആക്കണോ അത്ര കണ്ട് പേടിയായി തുടങ്ങിയതാണ്. ഇതാണ് ചാർവാകമതത്തിന്റെ ആദ്യത്തെ ഫൗണ്ടേഷൻ തന്നെ ബലമില്ലായ്മ. ഇന്ദ്രൻ തിരിച്ചു വന്നു. പ്രജാപതിയുടെ അടുത്ത് പറഞ്ഞു, നതത്ര ഭോഗ്യം പശ്യേ. ഈ ശരീരമാണ് ഞാൻ എന്ന് അറിയണത് കൊണ്ട് പൂർണ്ണമായി ഞാൻ സ്വതന്ത്രനായില്ല. പൂർണ്ണമായി എനിക്ക് സംരക്ഷണമോ ആനന്ദമോ സംതൃപ്തിയോ കണ്ടില്ല. എനിക്ക് കുറെ കെട്ടിടങ്ങളൊക്കെ കെട്ടാം, എനിക്ക് അലങ്കരിക്കാം, എനിക്കൊക്കെ ചെയ്യാം. ഇതൊക്കെ ആണെങ്കിലും ഇതൊന്നും കൊണ്ട് ഞാൻ പൂർണ്ണനാണെന്നോ സംതൃപ്തനാണെന്നോ സന്തുഷ്ടനാണെന്നോ പറയാനുള്ള ഒരു നില എനിക്ക് വന്നില്ലല്ലോ. പ്രജാപതി അടുത്ത പടിക്ക് കൂട്ടിക്കൊണ്ടുപോയി. മനോമണ്ഡലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു. മനസ്സിന്റെ മണ്ഡലമൊക്കെ കാണിച്ചു, ഭാവനയുടെ മണ്ഡലങ്ങളൊക്കെ കാണിച്ചു. ഇങ്ങനെ പതുക്കെ കൂട്ടിക്കൊണ്ടുപോയി അവസാനം ഇന്ദ്രൻ ഇതൊക്കെ പോയി മനനം ചെയ്തിട്ട് തിരിച്ചു വരും. എന്നിട്ട് പറയും അത് പോരാന്ന് പറയും. ലാസ്റ്റില് ഇന്ദ്രന് കാണിച്ചു കൊടുക്കണത് ഈ സുഷുപ്തി അവസ്ഥയാണ്. അവിടെ ഒന്നുമില്ല, സുഖമായി ഉറങ്ങി എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടല്ലോ, അതിനെ ഒന്ന് മനനം ചെയ്യൂ. ഇതാണ് ഏഷ സംപ്രസാദ. ഹേ ഇന്ദ്ര, നീ അന്വേഷിക്കുന്ന ഏറ്റവും പ്രസന്നമായ അവസ്ഥയാണ്, ചെന്ന് കണ്ടിട്ട് വരും. ഇന്ദ്രൻ നല്ലവണ്ണം ശ്രദ്ധിച്ചു. കുറെ കഴിഞ്ഞിട്ട് ഇന്ദ്രൻ വന്നു പറഞ്ഞു, നതത്ര ഭോഗ്യം പശ്യേ. അവിടെയും ഞാൻ പൂർണ്ണമായത് എനിക്കൊന്നും കാണണില്ല. എന്താ കുഴപ്പമെന്ന് വെച്ചാൽ സ്വൽപ്പോപി ദോഷസ്താവത് അവശിഷ്ട. ഭഗവത്പാദർ പറയണ അവിടെ ഭാഷ്യത്തില് ഇന്ദ്രന് ഇനിയും വിചാരശക്തി തെളിഞ്ഞിട്ടില്ല. ഇന്ദ്രൻ പറയണത് അവിടെ ഒന്നുമില്ലല്ലോ സുഷുപ്തിയിൽ. ഞാനില്ല, എന്റെ സാമ്രാജ്യമില്ല, ഞാൻ ആരെ ഭരിക്കും? എനിക്ക് സുഖിക്കാനുള്ള പദാർത്ഥം എന്താണ്? ഞാൻ എന്തിനാണ് സുഖിക്കുക? അവിടെ ഒന്നും കാണാനില്ലല്ലോ എന്നാണ്. അപ്പോഴാണ് പ്രജാപതി അടുത്തത് പുതിയൊരു ദശ കാണിച്ചു കൊടുക്കല്ല ചെയ്യണത്. പ്രജാപതി പറയണു, ഇന്ദ്ര, നീ പറയണത് ഇവിടെ സുഖമായിട്ടിരിക്കണമെന്നാണ്. ഇവിടെ സുഖമായിട്ടിരിക്കണമെങ്കിൽ ബുദ്ധൻ പറഞ്ഞു,
ബുദ്ധനോട് ചോദിച്ചു, രാജാവായിട്ട് ഇരുന്നൂടെ, എന്തിനാ ഇപ്പൊ ഇതൊക്കെ വിട്ടിട്ട് പോയതെന്ന് ചോദിച്ചപ്പോ ബുദ്ധൻ പറഞ്ഞു, എനിക്കും രാജാവായിട്ടിരിക്കണത് ഇഷ്ടാണ്, സുഖമായിട്ടിരിക്കണത് ഇഷ്ടാണ്, പ്രൊവൈഡഡ് യതി ജന്മ ജരാമരണം ന ഭവേത്, യതി ച ഇഷ്ടവിയോഗ ഭയം ന ഭവേത്, യതി സർവം അനിത്യമിതം ന ഭവേത്, ഇഹ ജന്മനി കസ്യ രതിർന ഭവേത്. ഇവിടെ ജന്മവും മരണവും ഉണ്ടാവില്ലെങ്കിൽ, എനിക്ക് ഇഷ്ടപ്പെട്ടവര്, എനിക്ക് വളരെ ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്, അവര് വിട്ടുപോയില്ലായിരുന്നുവെങ്കിൽ ഞാനിവിടെ സുഖമായിട്ടിരിക്കായിരുന്നു. ഇതൊക്കെ വിട്ടുപോകുന്നുവല്ലോ. എന്തെന്തിനെ ഞാൻ ആശ്രയിക്കുന്നു, എന്തെന്ത് എനിക്ക് പ്രിയമെന്ന് ആശ്രയിക്കണോ അതൊക്കെ വിട്ടുപോകുന്നു. ആ ഒരു ദുഃഖമുണ്ട്, പേടിയുണ്ട്. അപ്പൊ പ്രജാപതി ഇന്ദ്രന് പറഞ്ഞു കൊടുക്കണതാണ്, ഉപനിഷത്തിന്റെ ശിഖരമാണ് ഉപദേശം. അശരീരം വാ വസന്തം ന പ്രിയാപ്രിയേ സ്പൃശതഃ. നമ്മൾ അന്വേഷിക്കുന്ന ആ പൂർണ്ണത ശരീരത്തോടുകൂടെ ആർക്കും നേടാൻ പറ്റില്ല. ശരീരത്തോടുകൂടെ ആർക്കും നേടാൻ പറ്റില്ല എന്നുവെച്ചാൽ ന സശരീരസ്യ സതഃ പ്രിയാപ്രിയയോഹോ അപഹതിരസ്തി. ശരീരത്തോടുകൂടെ ഇരിക്കുന്ന ആൾക്ക് കോമൺ സെൻസ് തന്നെ പറയും പെർഫെക്ഷൻ സാധ്യമല്ല. മരിക്കാതിരിക്കാനൊക്കെ കൂടെ ഒരുപാട് ആളുകള് മരുന്നൊക്കെ കണ്ടുപിടിച്ചവരുണ്ട് പണ്ട് കാലത്ത്, അവരൊക്കെ മരിച്ചുപോയി. സിദ്ധന്മാരൊക്കെ മരിക്കാതെ ഇരിക്കുന്ന മരുന്ന് കണ്ടുപിടിച്ചു എന്നൊക്കെ പറയാറുണ്ട്, അവരൊക്കെ മരിച്ചുപോയി. തമിഴ്നാട്ടിലോ ഒരു കാലത്ത് കോളുകളൊക്കെ ഉണ്ടാക്കിയ ഒരു കഥയാണ്. ഒരു റാവു മരിക്കാതിരിക്കണ മരുന്ന് കണ്ടുപിടിച്ചു. കുംഭകോണത്തില് വലിയ അനൗൺസ്മെന്റ് ഒക്കെ ഉണ്ടായി. ആനി ബെസന്റിന് കത്തൊക്കെ എഴുതിയിട്ട് പറഞ്ഞു, ഇത് യോഗശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണ്, ആദ്യമായിട്ട് തിയോസഫിക്കൽ സൊസൈറ്റിയിൽ ചേർന്ന ആളാണ് അദ്ദേഹം, നിങ്ങൾക്ക് തന്നെ ഇത് തരാൻ പോവാണെന്ന് പറഞ്ഞു. തമാശ ഉണ്ടായത് എന്താന്ന് വെച്ചാൽ, ആനി ബെസന്റ് വരുന്നതിന് മുമ്പ് ഈ റാവുജി മരിച്ചു ഹാർട്ട് അറ്റാക്കിൽ. അപ്പൊ ശരീരത്തിന്റെ തലത്തിൽ പെർഫെക്ഷൻ സാധ്യമല്ല. ശരീരം പെർഫെക്റ്റ് ആവാൻ പറ്റൂല, ആരുടെയും ശരീരം. അപ്പൊ പിന്നെ മുക്തി ശരീരം വിട്ടിട്ടേ സാധ്യമാവുള്ളൂ? അല്ല, മുക്തി എന്ന് പറയുന്നത് ശരീരത്തിനെ ആശ്രയിച്ചുള്ളതല്ല. നീ സുഷുപ്തിയിൽ ഏതൊരു സംപ്രസാദത്തിനെ അനുഭവിച്ചോ അവിടെ നിനക്ക് വ്യക്തമായ ഒന്ന് തെളിഞ്ഞു, ദേഹമില്ലാത്ത അസ്തിത്വം. ബുദ്ധിയിലുള്ള അജ്ഞാനം നീങ്ങിയാൽ ജാഗ്രതയിൽ തന്നെ ബോധപൂർവം അത് തെളിയും. ഞാൻ ആരാണ്, എന്റെ സ്വരൂപം എന്താണെന്ന് നല്ലവണ്ണം വിചാരം ചെയ്താൽ ജാഗ്രത അവസ്ഥയിൽ പതുക്കെ 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 സാധന ഭജനകൾ കൊണ്ടൊക്കെ നമ്മളുടെ രാഗദ്വേഷമൊക്കെ മനസ്സിന്റെ മറ അല്പ അല്പമായിട്ട് അങ്ങോട്ട് നീങ്ങിയാൽ നമുക്കുള്ളിൽ അനുഭൂതി ഉണ്ടാവും, ഈ ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല, ഞാൻ നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ സത്യമാണ്, എനിക്ക് ദേഹവുമായിട്ട് ബന്ധമില്ല, മരണത്തിന് എന്നെ സ്പർശിക്കാൻ കഴിയില്ല, ജന്മം മൃത്യു ജരാവ്യാധിയൊക്കെ ഇതിന് ഉണ്ടാവണമെങ്കിലും ഇതൊന്നും എന്റെ സ്വരൂപമല്ല, ഇതിൽ നിന്ന് അന്യമായ ശുദ്ധമായ ചിന്മയമായ വസ്തുവാണ് ഞാൻ എന്നുള്ള അനുഭവം സാധ്യമാകും എന്നുള്ളതാണ് വേദത്തിന്റെ ഏറ്റവും ശിഖരമായ പ്രഖ്യാപനം. വേദമസ്തക ഉദ്ഘോഷമെന്ന്. നമ്മൾക്ക് അത്തരത്തിലൊരു പോസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വിശ്വാസദായകമായിട്ടുള്ള കാര്യം. അതിന് ഞാൻ എന്ത് ചെയ്യണം? ശ്രദ്ധയോടുകൂടെ കേട്ട് അറിഞ്ഞ് ഫോക്കസിനെ ഉള്ളിലേക്ക് തിരിക്കണം. പുറമേക്ക് മനസ്സ് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബുദ്ധിക്ക് അസാമാന്യമായ പവറുണ്ട്. അതിൽ വളരെ അല്പമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. അത് ഉപയോഗിച്ചിട്ടാണ് ഇത്രയൊക്കെ മാജിക് കാണിക്കുന്നത്. നമ്മളുടെ ലോകം നോക്കൂ, മുഴുവൻ മാജിക് ഷോ ആണ്. എന്തൊക്കെയാ ചെയ്യണം നമ്മള്? പക്ഷേ രമണ മഹർഷി അക്ഷരമണമാല ഒരു പാട്ടില് പറഞ്ഞു, ചെപ്പടി വിത്തൈ കത്തു ഇപ്പടി മയക്കു വിട്ടു ഉരുപ്പടും വിത്തൈ കാട്ട് അരുണാചല. ചെപ്പടി വിത്തൈ എന്ന് പറഞ്ഞാൽ ഇന്ദ്രജാലം. അത്ഭുതപ്പെടുത്തുന്ന പലതും കാണിക്കണോ നമ്മള്, പക്ഷെ ഉരുപ്പടും വിദ്യയൊന്നുമില്ല എന്നാണ്.
നമ്മൾക്ക് ആന്തരികമായ ദോഷങ്ങളെ തീർക്കാനും നമുക്ക് ആന്തരികമായ ഒരു നിർവൃത്തി ഉണ്ടാവാനുള്ള ഒരു വിദ്യ ഒന്നും കാണാനില്ല. എന്തൊക്കെയോ ചെയ്യണു. ആണ് പെണ്ണാവണു, പെണ്ണാണാവണു, ടെസ്റ്റ് ട്യൂബിൽ നിന്ന് കുട്ടികളെ ഉണ്ടാക്കണം, ഒരിടത്തുള്ള ഒരാളെ വേറെ ഒരു സ്ഥലത്ത് പ്രകാശിപ്പിക്കണം, ദൂരത്തു നിന്നുള്ള ഒരാളെ കണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കണം. നമുക്ക് ഈ സിദ്ധികളിലൊക്കെ ഭ്രമമുണ്ട്. ഇപ്പൊ കാണിക്കുന്നത് കുറച്ചു കാലം മുമ്പ് സിദ്ധന്മാര് പോലും ആലോചിക്കാത്ത സിദ്ധികളാണ് നമ്മളിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് വല്ല സമാധാനവും സന്തോഷവും തൃപ്തിയോ ഉണ്ടായോ? അതിന്റെ ഒക്കെ ഉള്ളിലിരുന്ന് അസമാധാനമാണ്. കൂടുതൽ കൂടുതൽ ബാഹ്യമായ പുരോഗതികൾ ഉണ്ടായിട്ടും ഉള്ളിലുള്ള പ്രശ്നങ്ങളൊക്കെ അതേപടി ഇരിക്കണം. കുറച്ചുകൂടെ സങ്കീർണമാവുകയാണ് ഇതൊക്കെ കാരണം. അപ്പോ ബാഹ്യമായി ജപ്പടി വിത്തകളൊന്നും തന്നെ ആന്തരികമായ ശാന്തിക്കോ തികവിനോ നിറവിനോ പ്രയോജനപ്പെടാതെ വരുമ്പോഴാണ് ശ്രുതി പറയണത്, നമുക്ക് ഓർമ്മ വരണത്, ആകാശത്തിന് തോൽപ്പായ ചുരുട്ടണ പോലെ ചുരുട്ടിയാലും അകത്തുള്ള ദേവനെ അറിയാതെ ശാന്തി കിട്ടില്ല. യഥാ ചർമ്മവദാകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ തഥാ ദേവമവിജ്ഞായ ദുഃഖസ്യന്തോ ഭവിഷ്യത്തി. എപ്പോഴാണോ നീ നിന്നെ അറിയണത്, നിന്റെ സ്വരൂപത്തിനെ അറിയണത്, അപ്പോഴേ തമിഴില് കൈവല്യ നവനീതം എന്നൊരു ഗ്രന്ഥമുണ്ട്. അതിൽ പറയണത്, ഉന്നെ ഇനി അറിന്തുകൊണ്ടാൽ ഉനക്ക് ഓർ കേടുമില്ലേ. നീ പൂർണ്ണനാണെന്ന് അറിയുമെന്നാണ്. അറിവ് കൊണ്ട് തന്നെ പൂർണ്ണതയാണ്. എന്തെങ്കിലും ചെയ്തിട്ട് നേടുകയല്ല. നാസ്തി അകൃതഃ കൃതേന. എന്തെങ്കിലും ചെയ്തിട്ട് പൂർണ്ണമാവാൻ പറ്റില്ല. ചെയ്യലൊക്കെ തന്നെ ലോകത്തിലാണ്. നമ്മൾ വേണ്ട വിധത്തിൽ നമ്മളുടെ സ്വരൂപത്തിനെ കേട്ട് അറിയാണ്. അരേ മൈത്രേയി അയം ആത്മാ ദ്രഷ്ടവ്യ. യാജ്ഞവൽക്യൻ പറയുന്നു, മൈത്രേയി, ആത്മാവിനെ കണ്ടെത്തേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ. എങ്ങനെയാ അതിനെ കണ്ടെത്തുക, അറിയുക എന്ന് വെച്ചാൽ അതിനെ കേൾക്കണം, മനനം ചെയ്യണം, തെളിഞ്ഞറിയണം, നിധിധ്യാസനം ചെയ്യണം. അതിനെ കേട്ട് അറിഞ്ഞ് അനുഭവിച്ചവരാണ് അവര്. എത്രയോ പേര് നമ്മളുടെ മുമ്പിൽ നിന്ന് പറയണു, ഞങ്ങളതിനെ കണ്ടെത്തിയിരിക്കുന്നു. വേദാഹം ഏതം പുരുഷം മഹാന്തം ധന്യോഹം കൃതകൃത്യോഹം. സംതൃപ്തനായിരിക്കുന്നു ഞാൻ, ശാന്തനായിരിക്കണം എന്ന് എത്രയോ പേര് അവരുടെ വാക്കുകളെ വെച്ചുകൊണ്ടാണ് ആചാര്യസ്വാമി പറയണത്, ജീവൻ മുക്തി എന്നൊരു പദമില്ലായിരുന്നുവെങ്കിൽ ഈ വേദമോ ഉപനിഷത്തോ ഒന്നും നമുക്ക് കിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾ ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾക്ക് വെറുതെ ഇരുട്ടിൽ നടക്കുന്ന പോലെ ആവും. നമ്മള് കുരുടന്മാരുടെ ഘോഷയാത്രയാണ് ലോകം എന്നാണ് ശ്രീശങ്കരൻ ഒരിടത്ത് പറയണത്. അതുപോലെ തന്നെ ആയിത്തീരും ആധ്യാത്മികത. അന്ധപരമ്പരയും സംസാര സരണി, കുരുടന്മാരുടെ ഘോഷയാത്ര. കാണാത്തവൻ എന്തൊക്കെയോ പറയണു, പിന്നാലെ കുറെ ആളുകൾ നടക്കണു. ലോകത്തിലെ മുഴുവൻ അങ്ങനെയാണ്. അതുപോലെ തന്നെ ആയിത്തീരും അധ്യാത്മയാത്രയും. പക്ഷേ കണ്ടവരെത്രയോ പേര് മുമ്പിൽ പറയണു. കണ്ടിരിക്കണു കുട്ടി. രാമകൃഷ്ണദേവൻ വിവേകാനന്ദനോട് പറഞ്ഞു, നരേന്ദ്രനാഥ് ദത്തയായിരിക്കുമ്പോ പറഞ്ഞു, ഞാൻ കണ്ടിരിക്കണു കുട്ടി, നിനക്കും വേണമെങ്കിൽ കാണാൻ പറ്റും. അല്ലാതെ ഞാൻ മാത്രം കണ്ടു നീ എന്റെ പിന്നാലെ വരും എന്ന് പറഞ്ഞില്ല. ഞാൻ ഏത് തീർത്ഥം കുടിച്ചോ അതേ തീർത്ഥം നിനക്കും കുടിക്കാവുന്നതാ. എവിടെ എന്റെ ദാഹം ശമിച്ചോ അവിടെ നിന്ന് എന്റെ ദാഹവും ശമിക്കും. നിനക്കും അത് സാധിക്കും. നിനക്കും അത് അറിയാൻ കഴിയും. നിനക്കും ആ പൂർണ്ണത നിനക്കും കിട്ടേണ്ടതാണ്. നിനക്ക് കിട്ടിയിട്ടുള്ളതാണ്. വേണ്ട വിധത്തിൽ അറിയേണ്ടതാണ്. അതുകൊണ്ടാണ് അത് വിളിച്ചുകൂവാനായിട്ട് മഹാപുരുഷന്മാര് പലപ്പോഴും ഉദ്യുക്തരാവണത്. പക്ഷെ അവര് ഭാവന ചെയ്യുന്നത് അത്രയും ചിലപ്പോ ഫലം ഉണ്ടാവില്ല ലോകത്തിൽ. അവരിതിനും ദുഃഖിക്കും. തമിഴ്നാട്ടിൽ രാമലിംഗസ്വാമികൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ ഈ കൂവണ പോലെ ഉണ്ടാവുന്നു, ആഹ്വാനം ചെയ്യൽ. അദ്ദേഹം പറഞ്ഞു, എല്ലാരും വരൂ, എല്ലാരും വരൂ, മരണമില്ലാ പെരുവാഴ്വ് വാഴലാം കണ്ടീർ.
മരണമില്ലാത്ത ഇറ്റേണൽ ലൈഫ്, പെരുവാഴ്വ് എന്ന് വെച്ചാൽ അനന്തമായ ജീവിതം നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ചിത്സഭയിൽ പുകും തരുണം ഇതുവേ. ആ ചിദാനന്ദ സഭയിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാണത്. മരണമില്ലാ പെരുവാഴ്വ് വാഴലാം കണ്ടീൻ. ചിത്സഭയിൽ പൊത്സഭയിൽ പുകും തരുണം ഇതുവേ. എന്നിട്ട് അവസാനം അദ്ദേഹം പറഞ്ഞു, കടൈ തിറന്തേൻ കൊള്ളുവാറില്ല. ഇതൊക്കെ തുറന്നു വെച്ചിരിക്കുകയാണ്, വാങ്ങിക്കാൻ ആരുമില്ല എന്നാണ്. വേദനയാണത്. കടൈ തിറന്തേൻ കൊള്ളുവാറില്ല, തുറന്നു വെച്ചിരിക്കാം, വാങ്ങിക്കാൻ ആളില്ല. ആർക്ക് വേണമെങ്കിൽ എടുക്കാലോ. എന്താന്ന് വെച്ചാൽ സിദ്ധമായതാണ്. ഇത് ഇന്നാൾക്ക് കിട്ടും ഇന്നാൾക്ക് കിട്ടില്ലെന്നൊന്നും പറയാൻ വയ്യ. ലോകത്തിലുള്ള വസ്തുക്കളൊക്കെ പ്രാരബ്ധം കൊണ്ടും വിധി കൊണ്ടും മറ്റു പലതും നിയന്ത്രിക്കപ്പെട്ടതാണ്. പക്ഷെ ഇത് മാത്രം ഒന്നുകൊണ്ട് നിയന്ത്രിക്കപ്പെട്ടതല്ല, സിദ്ധമാണ്. നമുക്ക് വേണമെങ്കിൽ കിട്ടും. അതിന് നമ്മൾ തയ്യാറായോ? അതിനെ വരിച്ചാൽ യമേവൈഷ വൃണുതേ. വരിച്ചാൽ അവന് സത്യം തന്നെ സ്വയമേവ കാണിച്ചു കൊടുക്കും. തസ്യേഷ ആത്മാ വിവൃണുതേ തനൂം സ്വാം. എനിക്ക് ആത്മജ്ഞാനം വേണം, എനിക്ക് പാരമാർത്ഥികമായ സത്യദർശനം വേണം എന്നൊരാൾ വരിക്കാണ്. ആ സത്യദർശനം എന്താണെന്ന് പോലും അറിയേണ്ട ആവശ്യമില്ല. ആ വരണം, ആ ജിജ്ഞാസ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ അകമേ നിന്ന് തന്നെ അരണികടഞ്ഞെഴും അഗ്നി പോലെ ആരായ്വരിൽ അതിരറ്റെഴും വിവേകം പരമചിദംബരമാർന്ന ഭാനുവായി നിന്നെരിയുന്നു, അതിനിരയായിടുന്നു സർവം. ഈ അരണി കടഞ്ഞാൽ അഗ്നി വരണ പോലെ ഉള്ളില് എനിക്ക് ഭഗവാനെ വേണം, ഭഗവത് സാക്ഷാത്കാരം വേണം, ആ പാരമാർത്ഥികമായ ആ ശാന്തി വേണം, പൂർണമായ ആ നിർവൃത്തി വേണം. എനിക്ക് അല്പം കൊണ്ട് ഞാൻ തൃപ്തനല്ല. ഇവിടെ അല്പമായിട്ടുള്ളതൊക്കെ എന്നെ വിട്ടുപോകുന്നതാണ്. വിട്ടുപോകാത്തതായ നിത്യവസ്തുവിനെ എനിക്ക് വേണമെന്ന് ആര് കാക്ഷിക്കുന്നു, അവന്റെ ഉള്ളിൽ ഒരു മഥനം ആരംഭിക്കും, ഒരു കടച്ചല്. അതാണ് പിംഗള ഭാഗവതത്തിൽ പറയണത്. എനിക്ക് പുറത്തുള്ളതൊന്നും വേണ്ട എന്നാണ്. സന്തം സമീപേ രമണം രതിപ്രദം വിത്തപ്രദം നിത്യമിമം വിഹായ അകാമദം ദുഃഖ ഭയ ആധിശോകമോഹപ്രദം തുച്ഛമഹം ഭജേജ്ഞ. പുറമേ ഉള്ളതൊക്കെ തന്നെ എപ്പോഴെങ്കിലുമൊക്കെ ദുഃഖിപ്പിക്കും, ശോകം തരും, വിട്ടുപോകും, വ്യാധിക്ക് കാരണമാവും, ആധിക്ക് കാരണമാവും. എനിക്ക് വേണ്ടത് സമീപേ സന്തം, ഇനി അടുക്കാൻ വയ്യാത്ത വിധത്തിൽ അടുത്ത് എന്റെ അന്തരാത്മാവായിരിക്കുന്ന ഭഗവാനെയാണ് എനിക്ക് വേണ്ടത്. അവനെ ഞാൻ വരിക്കുന്നു, അവനെ ഞാൻ എന്റേതായി വരിക്കണു. എന്നുവെച്ചാൽ എനിക്കിനി അതുമാത്രം മതി എന്ന് പറയുകയാണെങ്കിൽ പതുക്കെ പതുക്കെ ആ ഒരു ദാഹം അകമേ നിന്ന് അഗ്നി പോലെ എരിയാൻ തുടങ്ങും. അഗ്നി പോലെ അകമേ നിന്ന് എരിഞ്ഞു തുടങ്ങും. പതുക്കെ അതിനിരയായിടുന്നു സർവം. എന്താ ഇരയാവുക എന്ന് വെച്ചാൽ വാസനകളെയും മനസ്സിന്റെ ദോഷങ്ങളെയും ഒക്കെ തന്നെ ഈ ഒരു ദാഹം വന്നു കഴിഞ്ഞാൽ അത് താനേ നീക്കിക്കോളും. സാധന കൊണ്ടല്ല പ്രാപിക്കണത്, ഈ ദാഹം കൊണ്ടാണ്. സാധനയൊക്കെ അതിന്റെ ബാഹ്യലിംഗം മാത്രമാണ്. ഈ ദാഹം അല്ലെങ്കിൽ സാധനമൊന്നും കാര്യമില്ല. പലരും മെഡിറ്റേഷൻ അത് ഇതൊക്കെ ചെയ്യണുണ്ട്. എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ BP ഒക്കെ കുറയണം മെഡിറ്റേഷൻ ചെയ്താൽ. ആ കർമ്മം പാരമാർത്ഥികമായി പ്രയോജനപ്പെടില്ല. എന്താന്ന് വെച്ചാൽ പാരമാർത്ഥികമായ ലക്ഷ്യമേ ഇല്ല. ജപം ചെയ്യണു, പൂജ ചെയ്യണു ഒക്കെ എന്തിനാ? കുട്ടികളൊക്കെ നന്നായി ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം, ഇത്ര പ്രാവശ്യം നാരായണീയം വായിച്ചു. മകൾക്ക് അമേരിക്കയില് ആണ് ഇപ്പൊ കല്യാണം നിശ്ചയിച്ചിരിക്കണം. ലക്ഷ്യമില്ലല്ലോ. ഭാഗവതം പരീക്ഷിത്ത് കേട്ടു, നമ്മളും കേൾക്കണു. നമ്മളെന്താ കേൾക്കണത്? ആ രുക്മിണി കല്യാണത്തിന് ഒരു വഴിപാടിന് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അപ്പോ നമ്മൾ എന്താ സങ്കല്പിക്കണമെന്ന് വെച്ചാൽ അത് നടക്കും. എപ്പോഴാണോ എനിക്ക് ഭഗവാനെ വേണം, ഭഗവാനല്ലാതെ വേറെ ഒന്നും ഞാൻ കാക്ഷിക്കണില്ല,
നാകപൃഷ്ടം ന ച പാരമേഷ്ട്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീ അപുനർഭവം വാ സമഞ്ജസത്വാ വിരഹയ്യ കാംക്ഷേ. അതാണ് ഭക്തന്റെ ലക്ഷണം. നമുക്ക് സാധാരണ ഒരു പാട്ട് എഴുതണമെങ്കിൽ ദേഹി ദേഹി പാലയമാം ബാഹിമം 4 വാക്ക് മതി, 3 വാക്ക്. പിന്നെ രാമൻ, കൃഷ്ണൻ, ശിവൻ എന്തെങ്കിലുമൊക്കെ വാക്ക് ഇടയിൽ വെച്ചാൽ ആർക്കും പാട്ട് എഴുതാന്നുള്ള കാലാണ്. സംസ്കൃതത്തിൽ എഴുതാം, മലയാളത്തിലൊന്നുമല്ല. പാലയമാം പാഹിമാം ദേഹി. വേണം 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 വേണം, തരൂ തരൂ തരൂ. ഭാഗവതത്തിൽ ഭക്തന്മാരൊക്കെ വേണ്ട 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 എന്നാ പറഞ്ഞു. ഒന്നും വേണ്ട ഭഗവാനെ എനിക്ക്. ന മോക്ഷസ്യാകാംക്ഷ വിഭവവാഞ്ചാപികനമേ ന വിജ്ഞാനാപേക്ഷ. എനിക്ക് യാതൊന്നും ആഗ്രഹമില്ല. ആഗ്രഹങ്ങളുടെ അറ്റുപോയാൽ ഭഗവാൻ താനെ പ്രകാശിക്കും. ഭഗവാനാണോ ഉള്ളത്? ഈ ആഗ്രഹം കാരണമാണ് ഭഗവാനെ അറിയാത്തത്. എനിക്ക് ഭഗവാൻ അല്ലാതെ വേറെ ഒന്നും വേണ്ട എന്ന് പറയണ ഉത്തമ ഭക്തന് ഭഗവാൻ സ്വയം അകമേ പ്രകാശിക്കും. ഭഗവാൻ എന്ന് പറയണു, മോക്ഷം എന്ന് പറയണു, ജ്ഞാനം എന്ന് പറയണു, ബ്രഹ്മം എന്ന് പറയണു, പേര് വ്യത്യാസം. ആ പരമപദം ശരീരത്തിൽ ഇരിക്കുമ്പോ തന്നെ നമ്മൾ അനുഭവിക്കും. ശരീരം അതിന്റെ പ്രാരബ്ധം അനുസരിച്ച് അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താവും? ഒന്നും ആവാനില്ല. ശരീരത്തിന് എന്തൊക്കെ പ്രാരബ്ധമുണ്ടോ അതൊക്കെ നടക്കും. പക്ഷേ അതൊന്നും നമ്മളുടെ പൂർണ്ണതയെ വിഘ്നപ്പെടുത്താതെ അത് പോവുമെന്നല്ലാതെ നമ്മളുടെ പൂർണ്ണതയ്ക്ക് അതൊരു തടസ്സമില്ല. നമ്മൾ ധരിക്കുന്നത് നമ്മളുടെ പൂർണ്ണത ശരീരത്തിന് കിട്ടുന്ന ബഹുമാന അപമാനങ്ങൾ കൊണ്ട് ബാധിക്കപ്പെടുന്നതാണെന്നാണ്. ശരീരത്തിനുള്ള ആരോഗ്യ അനാരോഗ്യങ്ങൾ കൊണ്ട് നമ്മളുടെ പൂർണ്ണത ബാധിക്കപ്പെടുന്നതാണെന്നാണ്. എപ്പോ നമ്മളുടെ പൂർണ്ണതയ്ക്ക്, നമ്മളുടെ സ്വത്വത്തിന് ദേഹത്തിനോട് സംബന്ധമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും നമ്മൾക്ക് 2 കൊമ്പൊന്നും മുളയ്ക്കില്ല. നമ്മളുടെ ധർമ്മമൊക്കെ നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാം. നമ്മളുടെ വ്യവഹാരധർമ്മം എന്തുണ്ടോ അത് ചെയ്യുമ്പോഴും കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യുമ്പോഴും നമ്മളുടെ സ്വത്വത്തിൽ ഒരു കളങ്കമേൽക്കാതെ, ശാന്തി നഷ്ടപ്പെടാതെ, നിറഞ്ഞ ശാന്തിയോടുകൂടെ ഇരുന്ന് ലോകത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു തീർത്തവരാണ് നമ്മൾക്ക് മുമ്പിൽ ദൃഷ്ടാന്തമായി നിൽക്കുന്ന മഹാപുരുഷന്മാർ പലരും. ശ്രീശങ്കരനും വിവേകാനന്ദനും നമ്മളുടെ രാമനും കൃഷ്ണനും ഒക്കെ അങ്ങനെ ചെയ്തവരാണ്. ശ്രീരാമചന്ദ്രന് വസിഷ്ഠൻ തത്വോപദേശം ചെയ്തിട്ടാണ് പറയണത്, ഇനി നീ അടങ്ങിയിരിക്കണ്ട. രാമൻ പറഞ്ഞു, ഞാൻ ഇത്തിരി സമാധി സ്ഥിതിയിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. രാമനോട് പറഞ്ഞു വസിഷ്ഠൻ, തത്വാത്മബോധ ഏവൈഹ സർവാശാ തൃണപാവക പ്രോക്ത സമാധി ശബ്ദേന നതു തൂഷ്ണീം അവസ്ഥിതി. ആ തത്വാത്മബോധമാണ് സമാധി. അതിൽ നല്ലവണ്ണം ദൃഢനാവുക, എന്നിട്ട് വ്യവഹരിക്കൂ. അയ്യോ സ്വാമി, വ്യവഹരിക്കുമ്പോ ദേഷ്യപ്പെടാതെയും ആജ്ഞാപിക്കാതെയൊക്കെ വ്യവഹരിക്കാൻ പറ്റുമോ? ബഹി കൃത്രിമ സംരംഭ അന്തഃസംരംഭവർജിത കർത്ത ബഹി അകർത്ത അന്തഃ ലോകേ വിഹരരാഘവ. ലോകത്തിൽ പോയി കളിക്കൂ എന്നാ പറയണത്. ഈ തത്വം അറിഞ്ഞിട്ട് ബഹി കൃത്രിമ സംരംഭ, പുറമേക്ക് ദേഷ്യമുള്ള പോലെയും ആജ്ഞാപിക്കണ പോലെയും തന്റെ സ്വധർമ്മം എന്താന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യും. അകത്തൊരു ചലനമില്ലാതെ. പുറമേക്ക് കർത്ത ബഹിഹി, എല്ലാ കർമ്മവും ചെയ്യുന്നു. അകമയ്ക്ക് അകർത്ത കർമ്മണി അകർമ്മയ പശ്യേത്. തത്വം അറിഞ്ഞവന് അങ്ങനെ കളിക്കാൻ പറ്റും. പോയി കളിക്കൂ രാമ. അങ്ങനെ കളിച്ചതാണ് രാമൻ. രാമനെ കണ്ട് ഋഷികളടക്കം മോഹിച്ചു പോവാനും യോഗവാസിഷ്ടം വസിഷ്ഠൻ പറഞ്ഞു തുടങ്ങണത് എങ്ങനെയാന്ന് വെച്ചാൽ, രാമൻ പട്ടാഭിഷേക വിഘ്നമായിട്ട് കാട്ടിലേക്ക് വരികയാണ്. കാട്ടിലുള്ള ഋഷികൾക്ക് മുഴുവൻ വാർത്ത എത്തിക്കഴിഞ്ഞു, രാമൻ വരുന്നു, രാജാവ് വരുന്നു എന്നാണ്. അപ്പോ ചിത്രകൂടത്തിലേക്കാണ് ആദ്യം വരുന്നത്. ചിത്രകൂടത്തിൽ ഭരദ്വാജ മഹർഷി, വാൽമീകിയുടെ ശിഷ്യനാണ് ഭരദ്വാജൻ. ഭരദ്വാജൻ രാമനെ വരവേൽക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഭരദ്വാജന്റെ മനസ്സിൽ എന്താന്ന് വെച്ചാൽ, പട്ടാഭിഷേകം വിഘ്നമായി രാജ്യം നഷ്ടപ്പെട്ട് വിഷമിച്ചു കൊണ്ടുവരുന്ന ഒരു രാജകുമാരനെ ആശ്വസിപ്പിക്കാൻ എന്തൊക്കെ വാക്കുകൾ പറയണമെന്നൊക്കെ ഓർത്തു വെച്ചുകൊണ്ടാണ് ഭരദ്വാജൻ നിൽക്കുന്നത്. അങ്ങനെ ഭരദ്വാജൻ നിൽക്കുമ്പോഴാണ് രാമനും ലക്ഷ്മണനും
സീതയും കൂടെ അങ്ങടേക്ക് വരണം. അങ്ങോട്ട് വരുമ്പോ തുഷാരകരബിംബാച്ഛം മനോയസ്യ നിരാകുലം, നല്ല ശരത്കാലത്തിലുള്ള പൂർണ്ണചന്ദ്രൻ പോലെ യാതൊരു വ്യാകുലതയുമില്ലാതെ, സമുദ്രസ്യേവ ഗാംഭീര്യം സ്ഥൈര്യം മേരോരിവ സ്ഥിതി അന്തശീതളതാച ഇന്തോ, നല്ല സമുദ്രത്തിനെ പോലെ ആഴമുള്ളവനും മേരുപർവ്വതത്തിനെ പോലെ കുലുക്കമില്ലാത്തവനും നല്ല പൂർണ്ണചന്ദ്രന്റെ കുളിർമയോടും ശീതളതയോടുകൂടെയും രാമചന്ദ്രൻ ആ ആശ്രമ കവാടത്തിലേക്ക് കടന്നു വന്നപ്പോ വസന്തകാലം വന്ന പോലെ ഒക്കെ പൂത്തുകൊലച്ചു നിന്നു എന്നാണ്. ഭരദ്വാജന്റെ മനസ്സ് കുളിർന്നു, ഉള്ളിലൊരു ശാന്തി ഉണ്ടായി, വല്ലാത്തൊരു ആനന്ദം മുനിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. താൻ ആശ്വസിപ്പിക്കാൻ ചെന്നവൻ ആശ്വസ്തനായി തീർന്നു, ശാന്തനായി തീർന്നു. കുറെ നേരം ഭഗവാൻ പുറമേക്ക് നോക്കിയാൽ വളരെ സാധാരണമായിട്ടാ പറയണത്. തന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞു ഭരദ്വാജന്റെ അടുത്ത്. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഭരദ്വാജൻ പറഞ്ഞു, അങ്ങ് ഇവിടുന്ന് പോവരുത് എന്നാണ്. ഭരദ്വാജൻ പൊസസീവായി തീരുകയാണ്. അങ്ങ് ഈ ഭരദ്വാജാശ്രമത്തിൽ താമസിക്കുക, ഇവിടെ താമസിക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടും ചെയ്യാം, ഇവിടെ തന്നെ വസിക്കാം. അപ്പോ രാമൻ പറയാണ്, ഞാനിവിടെ താമസിച്ച നാട്ടുകാരൊക്കെ എന്നെ കാണാൻ വരും, എല്ലാരും കാണാൻ വരും. അതുകൊണ്ട് ആശ്രമത്തിന്റെ ശാന്തിക്ക് ഭംഗം വരും. അതുകൊണ്ട് എനിക്കും ഏകാന്തത്തിൽ താമസിക്കാൻ ആഗ്രഹമുണ്ട്, എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം കാണിച്ചു തരൂ എന്ന് പറയുമ്പോ മനസ്സില്ലാ മനസ്സോടുകൂടെ ഭരദ്വാജൻ രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് കുറേ ദൂരം അനുഗമിച്ചിട്ട് ചിത്രകൂട പർവ്വതം കാണിച്ചു കൊടുത്തു. പറയാണ്, അതാ അവിടെ ചിത്രകൂട ഉണ്ട്, അവിടെ മന്ദാകിനി നദിയുണ്ട്, അവിടെ നല്ല പുഷ്പങ്ങളും ഫലങ്ങളും ഒക്കെ കിട്ടുന്ന സ്ഥലമാണ്, നല്ല അന്തരീക്ഷാണ്, അവിടെ ചെന്ന് താമസിക്കൂ എന്ന് പറഞ്ഞ് തിരിച്ചു പോകുമ്പോ ഭഗവാൻ ശ്രീരാമൻ വളരെ ഒരു മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ഉപകാരം ചെയ്തു കൊടുത്താൽ എങ്ങനെ ഒരു കൃതാർത്ഥതയോടുകൂടെ പറയുവോ അതുപോലെ രാമൻ ലക്ഷ്മണനോട് പറയാണ്, നമുക്ക് രാജ്യം നഷ്ടപ്പെട്ടു, കുടുംബമൊക്കെ വിട്ടിട്ടാണ് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത്. ഇതൊക്കെയാണ് നോക്കണം. ഒരു ഡയമെൻഷൻ വളരെ സാധാരണ മനുഷ്യനെ പോലെയാണ് അവിടെ പറയണത്. എന്നെപ്പോലെ ഒരു മകനെ ഒരു സീമന്തിനിയും പ്രസവിക്കാതിരിക്കട്ടെ എന്നാണ്. മാസ്മ സീമന്തിനി കാച്ചിത് ജനയേത് പുത്രമീദൃശം സൗമിത്രേയോഹം അംബായാഹ ദദ്മി ശോകമനന്തകം. എന്റെ അമ്മയ്ക്ക് ഇത്രയധികം എന്നെ കാരണം ശോകം ഉണ്ടായി, അതുകൊണ്ട് എന്നെ പോലെ ഒരു മകൻ ഇനി ഒരു അമ്മയ്ക്ക് ഉണ്ടാവരുത് എന്നാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഭരദ്വാജൻ ഇത്തിരി അന്താളിച്ചു നിന്നുപോയി. അദ്ദേഹത്തിന് വിഷമമുണ്ട്, വേദനിക്കണു, കരയണോന്നൊക്കെ. ഇതൊക്കെയാണ് ആ ഉപാധി. അങ്ങനെയൊക്കെ പെരുമാറും. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഈ കാട്ടിലും എല്ലാം വിട്ടു വന്നിട്ട് നോക്കൂ, ഈ മുനിയുടെ അനുകമ്പ നമുക്ക് എന്നോ മുനിയുടെ അനുകമ്പത്തെ, ഈ മുനിയുടെ അനുകമ്പ കിട്ടിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മണനെയും കൂട്ടി ചിത്രകൂടത്തിലേക്ക് അങ്ങോട്ട് നടന്നു. ഭരദ്വാജൻ ഈ സന്ദർഭം കഴിഞ്ഞ് അവിടുന്ന് അങ്ങടേക്ക് അല്പദൂരം, ഒരു യോജന കുറച്ചു ദൂരത്തേക്ക് അങ്ങോട്ട് നടന്നപ്പോ ഭരദ്വാജൻ ആകെപ്പാടെ എന്തോ നഷ്ടപ്പെട്ട പോലെ ഒരു തോന്നല്. നല്ല വേനൽക്കാലത്ത് AC റൂമിൽ നിന്ന് പുറത്തു വന്നാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെ. ഇത്രയും നേരം എന്തോ ഒരു ശാന്തി, രസായനമയീ ശാന്തി എന്നാണ്. രസായനം എന്ന് വെച്ചാൽ ടോണിക് കുടിച്ച പോലെ ഒരു ശാന്തി ഉണ്ടായിരുന്നു. രസായനമയീ ശാന്തി പരമാനന്ദദായിനി നാനന്ദയതികം നാമ സാധു സംഗമ ചന്ദ്രിക. ഈ സംഗമത്തിൽ ഏർപ്പെട്ട ഒരു ശീതളത, ഒരു കുളിർമ, ഒരു ശാന്തി, അത് നഷ്ടപ്പെട്ടപ്പോ ഭരദ്വാജൻ ഒരു വിസ്മയം ഉണ്ടായി. ഭരദ്വാജൻ നേരെ വാൽമീകിയുടെ ആശ്രമത്തിലേക്ക് പോവാൻ. അവിടെ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഭഗവൻ, എനിക്ക് വല്ലാത്ത ആശ്ചര്യം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് രാമന്റെ വരവ്. നമ്മളിവിടെ കാട്ടിലിരുന്ന് തപസ് ചെയ്ത് നാട്ടിലൊന്നും പോവാതെ ജനസമ്പർക്കമില്ലാതെ കഴിച്ചുകൂട്ടുന്ന നമ്മൾക്ക് തന്നെ നിരന്തര ശാന്തിയില്ല. എപ്പോഴെങ്കിലുമൊക്കെ ഈ കാട് വിട്ട് നാട്ടിൽ പോയാൽ ജനസമ്പർക്കത്തിൽ പെട്ടാൽ നമ്മളുടെ ശാന്തി നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ഇരിക്കുമ്പോ രാജ്യം നഷ്ടപ്പെട്ട്, സാമ്രാജ്യം നഷ്ടപ്പെട്ട് കാട്ടിലേക്ക് വന്ന ഈ രാജകുമാരൻ, അയാളുടെ ഒന്നുകൊണ്ടും ബാധിക്കപ്പെടാത്ത ഈ ശാന്തി, രാമന് തന്നെ അത് അറിയാം. കൈകേയിയുടെ അടുത്ത് പറയണ്ട്. കൈകേയിക്ക് ഒരു സംശയം, രാമന് രാജ്യം നഷ്ടപ്പെട്ടതില് എന്തെങ്കിലുമൊക്കെ ഒരു പകയുണ്ടാവുമോ ഉള്ളില് എന്നാണ്. അപ്പൊ രാമൻ പറഞ്ഞു, പേടിക്കണ്ട അമ്മ, എനിക്ക് രാജ്യമേ വേണ്ട. നാഹമർത്ഥപരോ ദേവി ലോകമാവസ്തുമുത്സഹേ വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം. ഈ രാമനെ ഋഷിതുല്യൻ എന്നറിഞ്ഞുകൊള്ളൂ എന്ന് വേണ്ട സന്ദർഭത്തിൽ സ്വയമേവ പ്രഖ്യാപിക്കുന്നുണ്ട്. അപ്പോ ഭരദ്വാജൻ ചോദിക്കുകയാണ്, ഈ ഋഷിത്വം രാമന് എങ്ങനെ കിട്ടി എന്ന് ചോദിക്കുമ്പോഴാണ് ഭരദ്വാജൻ വസിഷ്ഠൻ രാമന് ഉപദേശിച്ച വാസിഷ്ഠത്തിനെ പറയണത്.
ആ ജ്ഞാനം, വാസിഷ്ഠജ്ഞാനം ആണ് രാമനെ അവതാര പുരുഷനാക്കിയ. ജ്ഞാനികളൊക്കെ അവതാരമാണ്. തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ തോന്നും ഒരു മനുഷ്യന് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്ന് തോന്നും. അപ്പോ നമുക്ക് ഒരേ എക്സ്പ്ലനേഷൻ ഉള്ളത് എന്താ? അവരവതാരമായിരിക്കണം, വേറെ വഴിയില്ല. ഒരു വിധത്തിൽ അവതാരം എന്നും പറയാം. എന്താന്ന് വെച്ചാൽ അത്ര കണ്ട് നദി സമുദ്രത്തിന്റെ അടുത്തെത്തുമ്പോ സമുദ്രമായി മാറുന്ന പോലെ എവിടെയാ നമ്മള് മനുഷ്യനാവണത്, എവിടെയാ നമ്മൾ ഈശ്വരനാവണതെന്ന് പറയാൻ പറ്റില്ല. എവിടെ മനുഷ്യത്വം പോകുകയും ഈശ്വരത്വം വരികയും ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ആ ഘട്ടത്തിലാണ് നമ്മള് വിസ്മയിച്ചു പോണത്. ഈ ഒരു കൊച്ചു മനുഷ്യ ശരീരത്തിൽ ഇത്രയധികം സാധ്യതകളുണ്ടോ എന്ന് തോന്നണം. ഒരു കുമിളയുടെ ഉള്ളിൽ അനന്തമായ ആകാശം കാണണ പോലെ ഈ ദേഹത്തിനകത്ത് അഖണ്ഡമായ പൂർണ്ണ സത്യം പ്രകാശിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് വാർത്ത എന്ന് ഇന്നലെ പറഞ്ഞത്. ബുദ്ധന്റെ വാർത്ത. ബുദ്ധൻ പറയണത് വാർത്ത എന്നാണ്. ഈ വാർത്ത ഘോഷിക്കാനാണ് ഭിക്ഷുക്കളെ അയക്കണത്. എല്ലാവരുടെ ചെവിയിലും കൊണ്ട് ഘോഷിക്കാന്ന്. ഉദ്ഘുഷ്യതാം വേദാന്ത ഡിണ്ഡിമ. അങ്ങനെ അതാണ് നമ്മളും ഇവിടെ ഉദ്ദേശിക്കണതും അതാണ്. നമ്മൾക്കിത് സാധിക്കുവോ സാധിക്കില്ലയോ എന്നുള്ളതൊന്നും ഇപ്പൊ എന്റെ ബുദ്ധിയിൽ വരണേയില്ല. ഇത് നിങ്ങളിപ്പോ കേട്ടൊന്നും മനസ്സിലാവാതെ പോയാലും ഒരു കുഴപ്പമില്ല. എന്തോ ഒന്നാണ് എന്ന് ഹൃദയത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ബീജം വീണാ മതി. അതൊരു പക്ഷെ ഇപ്പോഴോ എപ്പോഴോ എപ്പോഴെങ്കിലുമൊക്കെ മുളയ്ക്കും. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. ഭഗവാൻ അനുഗീതയിലും മഹാഭാരതത്തിലും പറയണു, ഈ ജ്ഞാനത്തിന്റെ ബീജം ഉള്ളിൽ ഒരിക്കൽ വീണ് കഴിഞ്ഞാൽ നഷ്ടമാവാനേ സാധ്യമല്ല എന്നാണ്. നമ്മൾക്ക് മനസ്സിലായാലും മനസ്സിലായിട്ടില്ലെങ്കിലും നഷ്ടാവില്ല. നിസർഗദത്ത മഹാരാജന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങൾ പറയണതൊന്നും എനിക്ക് മനസ്സിലാവണില്ല, വിശ്വാസവും വരണില്ല, എനിക്കപ്പോ എന്ത് പ്രയോജനം ഉണ്ടാവും എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, വാട്ട് ഐ സ്പീക്ക് ഇസ് ട്രൂത്ത്, ഇറ്റ് നീഡ്സ് നോ ഹെൽപ്പ് ഫ്രം യുവർ മൈൻഡ് ടു ഓപ്പറേറ്റ്. ഞാൻ പറയണത് സത്യമാണ്, ആ സത്യം എന്റെ ഉള്ളിലേക്ക് ബലമായി കടക്കും. നീ വിശ്വസിച്ചാലും ശരി വിശ്വസിച്ചിട്ടില്ലെങ്കിലും ശരി, നിനക്ക് മനസ്സിലായാലും ശരി മനസ്സിലായിട്ടില്ലെങ്കിലും ശരി, ആക്രമ്യാത്മന്യവസ്ഥിതം എന്നാണ്. ആക്രമിച്ച് ഉള്ളിൽ കയറി ഇരിക്കും, എപ്പ വേണോ അപ്പൊ പ്രവർത്തിക്കും. അതുകൊണ്ട് ഇത്രയും നേരം നിങ്ങൾ ഇരുന്ന് കേൾക്കണു, നിശ്ചലമായിട്ട് കേൾക്കണു എന്നുള്ളത് തന്നെ മനസ്സിലാവലേക്കാളും വലിയൊരു എന്തോ ഒരു പ്രക്രിയ നടക്കണുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായാൽ ചിലപ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കുക, പലതുമൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും അല്ലെ. രാഷ്ട്രീയം പറഞ്ഞാൽ മനസ്സിലാവും, സാമൂഹിക പ്രശ്നങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. കുറെ നേരം കേട്ടിട്ട് നമ്മൾ എന്ത് പറയും, പോവാ നേരായിരുന്നു. ഇപ്പൊ നമ്മള് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരു പക്ഷെ. ഇവിടുന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോ പറയും ഒന്നും മനസ്സിലായില്ല. മനസ്സിലാവിനേക്കാളും വലിയ എന്തോ ഒന്ന് നടന്നതുകൊണ്ടാണ് നമ്മൾ ഇരുന്നത്. അത് വിലപ്പെട്ടതാണെന്ന് അറിഞ്ഞുകൊള്ള, അത്രയേ ഉള്ളൂ സത്സംഗത്തിന് ഫലം. അത് വിലപ്പെട്ടതാണ് എന്ന് അറിഞ്ഞാൽ മാത്രം മതി. നാളെ തുടർന്ന് കാണാം. നാളെ രാവിലെ പാവക്കുളം ക്ഷേത്രത്തിലും വൈകുന്നേരം ഇവിടെ തന്നെ 6:30 മണിക്ക് കാണാം. സർവേപി സുഖിനഃ സന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം